എല്ലാവർക്കും നമസ്കാരം. നിഷ് ഓൺലൈൻ ഇന്ററാക്റ്റീവ് ഡിസബിലിറ്റി അവയർനെസ് സെമിനാർ അഥവാ നിഡാസിലേക്ക് ഏവർക്കും സ്വാഗതം. നിഷും സാമൂഹ്യനീതി ഡയറക്ടറേറ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഭിന്നശേഷി അവബോധ പരിപാടിയാണ് നിഡാസ്. വിവിധ തരത്തിലുള്ള ഭിന്നശേഷിക്കാരുടെ പരിചരണം, ഇടപെടൽ എന്നിവ എത്രയും വേഗം ഫലപ്രദമായി സാധ്യമാക്കാം, അത് ചെയ്തില്ലെങ്കിലുള്ള അനന്തരഫലങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന നിഡാസ് ഭിന്നശേഷിയുള്ളവരുടെ രക്ഷിതാക്കൾക്കും അവരെ പരിപാലിക്കുന്നവർക്കും വേണ്ടിയുള്ളതാണ്. എല്ലാ മാസവും 3-ാമത്തെ ശനിയാഴ്ചയാണ് നിഡാസ് നടത്തിവരുന്നത്. ഈ മാസം തിരുവോണ ദിവസം ആയതുകൊണ്ട് 3-ാം ശനിയാഴ്ച തിരുവോണ ദിവസം ആയതുകൊണ്ടാണ് ഇന്നത്തേക്ക് മാറ്റിയത്. തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളിൽ വിദഗ്ധർ നയിക്കുന്ന ക്ലാസ്, തുടർന്ന് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംശയങ്ങൾ, ചോദ്യങ്ങൾ എന്നിവയ്ക്കുള്ള മറുപടി എന്ന രീതിയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ആശയവിനിമയ പരിമിതികൾ നേരിടുന്ന വ്യക്തികൾക്കായുള്ള ഓഗ്മെന്റേറ്റീവ് ആൻഡ് ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉപാധികൾ എന്നതാണ്. ആശയവിനിമയം എന്നത് ഏതൊരു വ്യക്തിക്കും അത്യാവശ്യമായ ഒരു ഘടകമാണ്. അത് ശരിയായ രീതിയിൽ സാധ്യമല്ലെങ്കിൽ അതിന് പരിഹരിക്കുന്ന തരത്തിലുള്ള മറ്റേതെങ്കിലും മാർഗമോ ഏതെങ്കിലും ഉപാധികളോ ഉണ്ടോ? അത് നമുക്ക് ഇന്നത്തെ ഈ വിഷയത്തിൽ അറിയാൻ സാധിക്കും. ഇന്നത്തെ വിഷയം അവതരിപ്പിക്കുന്നത് നിഷ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി വിഭാഗത്തിലെ സീനിയർ ലെക്ചററും സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റുമായ മിസ് സംഗീതയാണ്. ഓഗ്മെന്റേറ്റീവ് ആൻഡ് ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ 10 വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന മിസ് സംഗീത AAC യൂണിറ്റിന്റെ മേധാവിയും കൂടി, AAC ഇന്റർവെൻഷൻ യൂണിറ്റിന്റെ മേധാവിയും കൂടിയാണ്. സംഗീതയെ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ പരിപാടിയുടെ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിട്ടേഷൻ നടത്തുന്നത് മിസ്റ്റർ പ്രശാന്ത് ആണ്. പ്രശാന്തിനെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. സംഗീത, വെൽക്കം. താങ്ക് യു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വിഷയം ആശയവിനിമയ പരിമിതികൾ നേരിടുന്ന വ്യക്തികൾക്കായിട്ടുള്ള ഓഗ്മെന്റേറ്റീവ് ആൻഡ് ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉപാധികൾ. ആശയവിനിമയം അഥവാ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയാണ്. ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് എടുത്താൽ പോലും കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കാനും വിവരങ്ങൾ ശേഖരിക്കാനും മറ്റുള്ളവരുമായി ഇടപഴകാനും ഒക്കെയാണ്. നമുക്ക് മറ്റ് സംസാര ഭാഷാ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ നാം പ്രധാനമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സ്പീച്ച് അഥവാ സംസാരത്തിൽ കൂടിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്നാൽ ആശയവിനിമയ ബുദ്ധിമുട്ടുകളുള്ള ധാരാളം ഭിന്നശേഷിക്കാരായ വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് സംസാരത്തിൽ കൂടെ അവരുടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ചില വ്യക്തികൾക്ക് സംസാരം ഒട്ടും തന്നെ ഡെവലപ്പ് ചെയ്തിട്ടില്ല, സ്പീച്ച് ഒട്ടും തന്നെ ഡെവലപ്പ് ചെയ്യാത്ത വ്യക്തികളുണ്ട്. അല്ലെങ്കിൽ വളരെ കുറച്ച് വാക്കുകൾ, പരിമിതമായ 5-10 വാക്കുകൾ മാത്രം സംസാരിക്കാൻ പറ്റുന്നവരുണ്ട്. നമുക്ക് തന്നെ അറിയാം, ഒരു 5-10 വാക്കുകൾ കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഫലപ്രദമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് ഓഗ്മെന്റേറ്റീവ് ആൻഡ് ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഓഗ്മെന്റേറ്റീവ് ആൻഡ് ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നത് നോക്കാം. ആശയവിനിമയ പരിമിതിയുള്ള കുട്ടിയാകാം മുതിർന്നവരാകാം, ആശയവിനിമയത്തിനുള്ള കഴിവ് ഫലപ്രദമായി മെച്ചപ്പെടുത്തുന്നതിനുള്ള ഉപകരണത്തെയോ സംവിധാനത്തെയോ രീതിയോ ആണ് ഓഗ്മെന്റേറ്റീവ് ആൻഡ് ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് നിർവചിക്കാവുന്നത്. ചുരുക്കത്തിൽ AAC എന്ന് പറയും. ഞാൻ ഈ പ്രസന്റേഷനിലുടനീളം ആ വാക്കായിരിക്കും ഉപയോഗിക്കുന്നത്, ഓഗ്മെന്റേറ്റീവ് ആൻഡ് ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ അഥവാ AAC. അപ്പോൾ ഈ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള എല്ലാ തരത്തിലുള്ള മാർഗങ്ങളും ഈ AACയിൽ ഉൾപ്പെടും. അതിൽ വളരെ ലളിതമായ ചിത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന കാർഡുകൾ, പിക്ചർ കാർഡ്സ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ബോർഡ്സ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ബുക്ക്ലെറ്റ്സ് തുടങ്ങി ഡിജിറ്റൽ കമ്പ്യൂട്ടറൈസ്ഡ് ഡിവൈസസ്, കമ്മ്യൂണിക്കേഷൻ ആപ്സ് എന്നിവ എല്ലാം AACയിൽ ഉൾപ്പെടുന്നു.
ഞാൻ പറഞ്ഞു ഓഗ്മെന്റേറ്റീവ് ആൻഡ് ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ. AACയിൽ ഫസ്റ്റ് എ ഓഗ്മെന്റേറ്റീവ്. ഓഗ്മെന്റേറ്റീവ് എന്നതിനർത്ഥം ഇപ്പൊ കുറച്ച് സ്പീച്ച് ഉണ്ട് അല്ലെങ്കിൽ സംസാരമൊക്കെ ഉണ്ട്. ഇപ്പൊ AAC ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഓഗ്മെന്റേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. കുറച്ച് സ്പീച്ച് ഉണ്ട്, ആ സ്പീച്ചിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറ്റ് മാർഗങ്ങളും കൂടി AAC മാർഗങ്ങളും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ AAC അതൊരു ഓഗ്മെന്റേറ്റീവ് മോഡിലാണ് ആക്ട് ചെയ്യുന്നത്. എന്നാൽ ചില വ്യക്തികളിൽ ഒട്ടും തന്നെ സംസാരശേഷി ഇല്ല, സംസാരം അല്ലെങ്കിൽ സ്പീച്ച് വഴി ഒട്ടും തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ഈ മറ്റു മാർഗങ്ങളിലോട്ട് സ്വിച്ച് ഓൺ ചെയ്യേണ്ടി വരും. അവരുടെ കേസസിൽ AAC ഒരു ഓൾട്ടർനേറ്റീവ് മോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം AAC ഓഗ്മെന്റേറ്റീവ് മോഡിൽ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ടും ആക്ട് ചെയ്യാം, സ്പീച്ചിന് കുറച്ച് സ്പീച്ച് ഉള്ളവർക്ക് ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ടും ഒട്ടും തന്നെ സ്പീച്ച് ഇല്ലാത്തവർക്ക് ഒരു ഓൾട്ടർനേറ്റീവ് മോഡുമായിട്ടാണ് വരുന്നത്. ഇനി എപ്പോഴാണ് നമ്മൾ ഒരു AACയെ കുറിച്ച് ചിന്തിക്കേണ്ടത്? AACയുടെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ആശയവിനിമയ പരിമിതിയുള്ള ഏതൊരു വ്യക്തിയും AACയുടെ ഒരു കാൻഡിഡേറ്റ് ആണ്. ഇപ്പൊ ഒരു കുഞ്ഞിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു കുട്ടിക്ക് വാക്കുകൾ കൊണ്ട് ഫലപ്രദമായി ആശയവിനിമയം നടത്താൻ ഇല്ലെങ്കിൽ വളരെ കുറച്ച് പദങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ മാത്രമേ ആ കുട്ടിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സംസാര ഭാഷ സ്പീച്ച് ഡെവലപ്മെന്റിൽ ഒരു ഡിലേ കാലതാമസം കാണപ്പെടുകയാണെങ്കിൽ അവർക്കൊക്കെ ഈ സ്പീച്ച് ലാംഗ്വേജ് തെറപ്പിയുടെ കൂടെ AAC അപ്രോച്ചസും കൂടി പരിഗണിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ ചില വ്യക്തികൾ അവർ സംസാരിക്കും, സെന്റൻസ് ലെവലിലൊക്കെ സംസാരിക്കും, പക്ഷെ വളരെ അൺക്ലിയർ സ്പീച്ച് ആണ്, ഒട്ടും തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ല. അതിന് കാരണം പലതരത്തിലുള്ള ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ഉള്ളത് കൊണ്ടാകാം. ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ എത്രത്തോളം ക്ലാരിറ്റി വർക്ക് ചെയ്താലും ഒരു പരിധിയിൽ കൂടുതൽ ചിലപ്പോൾ ക്ലാരിറ്റി ഇംപ്രൂവ് ചെയ്യില്ല. അപ്പൊ അങ്ങനെയുള്ള കേസസിലും AAC ഉപയോഗിക്കാം. അങ്ങനെയുള്ള കേസസിലൊക്കെ കൂടുതലും AAC ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കുറച്ച് സ്പീച്ചിന്റെ കൂടെ കുറച്ചും കൂടി കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കുന്നതിന് വേണ്ടി AAC ഉപയോഗിക്കാം. ഇനി ഏതൊക്കെ തരത്തിലുള്ള AAC ആണുള്ളതെന്ന് നോക്കാം, ഏതൊക്കെ ടൈപ്സ് ആണെന്ന്. പ്രധാനമായും 2 ടൈപ്സ് ആണ് AACയിൽ വരുന്നത്, അൺഎയ്ഡഡ് AAC, എയ്ഡഡ് AAC. ഇനി എന്താണെന്ന് നോക്കാം. അൺഎയ്ഡഡ് AAC എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾസോ ഡിവൈസസോ ഒന്നും ഉപയോഗിക്കാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന AAC അപ്രോച്ചസിനെയാണ് അൺഎയ്ഡഡ് AAC എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ആംഗ്യങ്ങൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ശരീരഭാഷ, അല്ലെങ്കിൽ എൻ്റെ ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അല്ലെങ്കിൽ സൈൻ ലാംഗ്വേജ്, ഇത്തരത്തിലുള്ളതിലൊന്നും നമ്മൾ വേറെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ടൂൾസോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് അതിനെ അൺഎയ്ഡഡ് AAC എന്ന് പറയും. അതേസമയം എയ്ഡഡ് AAC എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഉപയോഗിച്ചാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ എയ്ഡഡ് AAC എന്ന് പറയും. ഉദാഹരണത്തിന് ചിത്രങ്ങൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ബുക്ക് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കമ്പ്യൂട്ടറൈസ്ഡ് ഡിവൈസസ് ഓർ കമ്മ്യൂണിക്കേഷൻ ആപ്സ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്തെങ്കിലും ഒരു തരത്തിലൊരു ഡിവൈസും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ എയ്ഡഡ് AAC എന്ന് പറയും. ഇനി എയ്ഡഡ് AACയെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നോക്കാം. എയ്ഡഡ് AACയെ ടെക്നോളജിയുടെ ബേസിസിൽ 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ലോ ടെക്നോളജി AAC എയ്ഡ്സ് എന്നും ഹൈ ടെക്നോളജി എയ്ഡ്സ് എന്നും തിരിക്കുന്നു. ഇതിൽ ലോ ടെക്നോളജി പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അധികം ടെക്നോളജി ഒന്നും വരുന്നില്ല, ഒരു പവർ സോഴ്സ് ഒന്നും വേണ്ട. ഇപ്പം വളരെ ലളിതമായ ഒരു കമ്മ്യൂണിക്കേഷൻ ബോർഡോ പിക്ചേഴ്സ് മുതൽ ഇല്ലെങ്കിൽ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഡിവൈസസ് ഒക്കെ, അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിനെയൊക്കെ ലോ ടെക്നോളജി എയ്ഡ്സിൽ ഉൾപ്പെടുത്താം. അതേസമയം ഹൈ ടെക്നോളജി എയ്ഡ്സ് എന്ന് പറയുമ്പം
കുറച്ചും കൂടെ നല്ല ടെക്നോളജി യൂസ് ചെയ്ത് കമ്പ്യൂട്ടറൈസ്ഡ് ഡിവൈസസ് അല്ലെങ്കിൽ സ്പീച്ച് ജനറേറ്റിംഗ് ഡിവൈസസ്, കമ്മ്യൂണിക്കേഷൻ ആപ്സ്, നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആപ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് AAC ഡിവൈസസ് നമ്മൾ ഇപ്പോൾ പ്രസ് ചെയ്യുന്നതനുസരിച്ച് സൗണ്ട് അല്ലെങ്കിൽ സ്പീച്ച് ജനറേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഡിവൈസസ് ഒക്കെ ഹൈ ടെക്നോളജി എയ്ഡ്സിലാണ് ഉൾപ്പെടുന്നത്. ഞാൻ ഈ പറഞ്ഞ ലോ ടെക്നോളജി ആൻഡ് ഹൈ ടെക്നോളജി ഡിവൈസസ് വരുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ലോ ടെക്നോളജിയിൽ ഞാൻ പറഞ്ഞതുപോലെ വളരെ ലളിതമായ കമ്മ്യൂണിക്കേഷൻ ബോർഡോ ചിത്രങ്ങൾ, ബാറ്ററി ഓപ്പറേറ്റഡ് ഡിവൈസസ്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് മിഡ് ടെക്നോളജി എന്ന് പറയുന്നത്. ഏറ്റവും അങ്ങേയറ്റത്ത് നിൽക്കുന്നത് ഹൈ ടെക്നോളജി എയ്ഡ്സ് ആണ്. ടാബ്ലറ്റ് അല്ലെങ്കിൽ ഐപാഡ് സപ്പോർട്ടഡ് ആപ്സ്, കമ്പ്യൂട്ടറൈസ്ഡ് ഡിവൈസസ്, അങ്ങനെയുള്ളതെല്ലാം ഹൈ ടെക്നോളജി AAC ഡിവൈസസ് ആണ്. ഇനി ലോ ടെക്നോളജി AACയിൽ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ലോ ടെക്നോളജി ഞാൻ പറഞ്ഞതുപോലെ അധികം ഒരു പവർ സോഴ്സ് ആവശ്യമില്ല. ബാറ്ററിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള AAC ഡിവൈസസും ഓർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസും ലോ ടെക് AACയിൽ ഉൾപ്പെടുന്നു. ഇപ്പം ടെക്നോളജി ഒന്നുമില്ലാത്ത ഇപ്പം ജസ്റ്റ് ചിത്രങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ബോർഡ്സ്, ഇതെല്ലാം ലോ ടെക്കിൽ തന്നെ ഉൾപ്പെടുന്നതാണ്. ഈ ലോ ടെക്നോളജി എയ്ഡ്സിന് ഉദാഹരണമാണ് മുകളിൽ കാണുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ബോർഡാണ്. ഐ വോണ്ട് എന്ന് എഴുതിയിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ബോർഡ്. കുറച്ച് ചിത്രങ്ങളുണ്ട്. ഒരു വ്യക്തിയുടെ കമ്മ്യൂണിക്കേഷൻ നീഡ്സ് അനുസരിച്ച് നമുക്ക് പിക്ചേഴ്സ് ഒരു ബോർഡിൽ വെക്കാവുന്നതാണ്. നെക്സ്റ്റ് കാണുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ഫോൾഡർ ആണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ബുക്ക്. കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഫോൾഡറിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. താഴെ കാണുന്ന രണ്ട് പിക്ചേഴ്സ് ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ലോ ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ എയ്ഡ്സ് ആണ്. റെഡ് കളറിൽ കാണുന്നതിന് ബിഗ് മാക് എന്ന് പറയും. അടുത്തുള്ള ആ ഡിവൈസിനെ സൂപ്പർ ടോക്കർ എന്ന് പറയും. ഇതെല്ലാം ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ലളിതമായിട്ടുള്ള AAC കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ആണ്. ഈ ലോ ടെക്നോളജി ഡിവൈസസിൽ തന്നെ വീണ്ടും പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സിംഗിൾ മെസ്സേജ് ഡിവൈസസ്. സിംഗിൾ മെസ്സേജ് ഡിവൈസസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സമയം ഒരു മെസ്സേജ് മാത്രം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് വേണ്ട ഒറ്റ മെസ്സേജ് റെക്കോർഡ് ചെയ്ത് സ്റ്റോർ ചെയ്യാം, ആവശ്യാനുസരണം പ്ലേ ചെയ്യാം. അതായത് കമ്മ്യൂണിക്കേഷൻ AAC ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ആ ഒരു ഡിവൈസ് പ്രസ് ചെയ്യും, ആ ഡിവൈസിൽ ഒരു സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു നീഡ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം വെള്ളം എന്നാണ് എനിക്ക് റെക്കോർഡ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അത് പ്രസ് ചെയ്യുമ്പോൾ വെള്ളം എന്നുള്ളത് പ്ലേ ആകും. അതാണ് ഒറ്റ മെസ്സേജ്. അടുത്ത മെസ്സേജ് വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് അടുത്തത് റെക്കോർഡ് ചെയ്യുമ്പോൾ പഴയത് ഡിലീറ്റ് ആയി പോകും. അപ്പം അങ്ങനെയുള്ള ഡിവൈസസ് ആണ് സിംഗിൾ മെസ്സേജ് ലോ ടെക്നോളജി ഡിവൈസസ്. ഞാനിപ്പോൾ കാണിച്ച റെഡ് കളർ ബിഗ് മാക് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. ഇങ്ങനത്തെയുള്ള ഡിവൈസസ് എല്ലാം സിംഗിൾ മെസ്സേജ് ഡിവൈസസ് ആണ്. നമുക്ക് ഒരു സമയം ഒറ്റ മെസ്സേജ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടിപ്പിൾ മെസ്സേജ് ഡിവൈസസ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം മെസ്സേജസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഡിവൈസസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഇതിൻ്റെ അകത്ത് 12 ഗ്രിഡ് വരെ ഉണ്ട്. അപ്പം നമുക്ക് 12 മെസ്സേജസ് വരെ ഒരേ സമയം നമുക്ക് സ്റ്റോർ ചെയ്യാം. എന്നിട്ട് AAC യൂസർ, AAC ഉപയോഗിക്കുന്ന വ്യക്തിക്ക് അവരുടെ ആവശ്യങ്ങൾ ഇതിൽ ഈ ഒരു ഡിവൈസിൽ പ്രസ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. ഇതിൽ ഒന്നിൽ കൂടുതലാണ്, പല സൈസിൽ വരുന്നതുണ്ട്. ഈ ഗ്രിഡിന്റെ സൈസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 4 ഗ്രിഡ് വരുന്നതുണ്ട്, 4 മെസ്സേജസ് അറ്റ് എ ടൈം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതുണ്ട്, 8 ഉണ്ട്, 9, 12, ഏകദേശം 32 മെസ്സേജസ് വരെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മൾട്ടിപ്പിൾ മെസ്സേജ് ലോ ടെക് AAC ഡിവൈസസ് ഉണ്ട്. ഇത്രയും നേരം നമ്മൾ കണ്ടത് ലോ ടെക്നോളജി എയ്ഡ്സ് ആണ്, ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഡിവൈസസ്. ഇനി ഹൈ ടെക്നോളജി AAC എയ്ഡ്സ്. ഹൈ ടെക്നോളജി എന്ന് പറയുമ്പം കുറച്ചും കൂടെ നന്നായിട്ട് ടെക്നോളജി ഇൻവോൾവ് ആയിട്ടുള്ളതാണ്. നമുക്ക് എത്ര കാര്യങ്ങൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. നമ്മൾ ഇൻപുട്ട് അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള
നമുക്കൊരു വോയിസ് ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. ഇൻപുട്ട് അനുസരിച്ച് സംസാരിക്കുന്ന ഹൈടെക് ആശയവിനിമയ സഹായികളെയാണ് വോയിസ് ഔട്ട്പുട്ട് കമ്മ്യൂണിക്കേഷൻ എയ്ഡ്സ് അഥവാ സ്പീച്ച് ജനറേറ്റിംഗ് ഡിവൈസസ് എന്ന് പറയുന്നത്. ഇത് മിക്കവാറും നമ്മുടെ വരുന്ന എല്ലാ കമ്മ്യൂണിക്കേഷൻ ആപ്സും കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷൻസും ഈ ഒരു കാറ്റഗറിയിലാണ് പെടുന്നത്. നമുക്ക് ആവശ്യാനുസരണം നമുക്കത് ഇൻപുട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഇത് പ്രസ് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു സ്പീച്ച് അല്ലെങ്കിൽ ആ ഒരു വോയിസ് ജനറേറ്റ് ചെയ്യും. മറ്റ് ലോ ടെക്നോളജി ആകുമ്പോൾ നമുക്ക് ലിമിറ്റഡ് ആണ്. മാക്സിമം ഒരു 32 മെസ്സേജോ അല്ലെങ്കിൽ അത്രയും വരെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. കമ്മ്യൂണിക്കേഷൻ ആപ്സ് അല്ലെങ്കിൽ സ്പീച്ച് ജനറേറ്റിംഗ് ഡിവൈസസ് ആകുമ്പം എത്ര കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ഓരോ വ്യക്തിയുടെയും ആവശ്യാനുസരണം വരുന്ന എല്ലാ ആ ഒരു അവരുടെ ആ ഒരു വൊക്കാബുലറി അല്ലെങ്കിൽ പദങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ എല്ലാം തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ എല്ലാ ഈ സ്പീച്ച് ജനറേറ്റിംഗ് ഡിവൈസസ് എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു വ്യക്തിയുടെ ആവശ്യാനുസരണം നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഡിജിറ്റൽ സ്പീച്ചോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വോയിസ് വേണമെന്നുണ്ടെങ്കിൽ ആ വോയിസും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹൈ ടെക്നോളജി എയ്ഡ്സിന് ഉദാഹരണമാണ് നമ്മുടെ ഐപാഡ് സപ്പോർട്ടഡ് ആപ്സ്, അല്ലെങ്കിൽ ടാബ്ലറ്റ് സപ്പോർട്ടഡ് ആപ്സ്, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ആപ്സ് എല്ലാം ഹൈ ടെക്നോളജി എയ്ഡ്സിൽ വരുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷൻ ആപ്സ് സംസാരിക്കാൻ കഴിയാത്ത വ്യക്തികൾക്കായി ചുറ്റുമുള്ളവരുമായി ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന ആശയവിനിമയ ആപ്പുകളെയാണ് AAC ആപ്സ് എന്ന് പറയുന്നത്. AAC ആപ്സ് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ ആപ്സ്. അപ്പം സംസാര ഭാഷയിൽ കൂടി കാര്യങ്ങൾ അറിയിക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ആപ്പ് ഉപയോഗിച്ച് അവരുടെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും. ഇതൊരു കമ്മ്യൂണിക്കേഷൻ ആപ്പാണ്, ആവാസ് എന്ന് പറയും. ഇതൊരു ഇന്ത്യൻ മെയ്ഡ് ആപ്പാണ്. ഇപ്പം ധാരാളം വ്യക്തികൾക്ക് ഇത്തരത്തിലുള്ള ഒരു ആപ്പ്, ആശയവിനിമയ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾക്കായി ഈ ആപ്പ് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇത് പ്രധാനമായും ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് വേണ്ടി രൂപീകരിച്ചതാണെങ്കിലും മറ്റ് ഡിസോർഡേഴ്സ് ഉള്ള വ്യക്തികൾക്ക്, മറ്റ് ആശയവിനിമയ ബുദ്ധിമുട്ടുകളുള്ള വ്യക്തികൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു ആപ്പ് ഐട്യൂൺസ് ആപ്പ് സ്റ്റോറിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ഒക്കെ ലഭ്യമാണ്. ഐപാഡ് സപ്പോർട്ടഡ് ആണ്, ആൻഡ്രോയിഡ് ടാബ്ലറ്റ്സിലുണ്ട്, ഈവൻ ഫോൺ വേർഷനും ഇപ്പം അവൈലബിൾ ആണ്. ഈ ആപ്പ് ഫോണിലും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെയുള്ള മറ്റ് ആപ്സുകളുടെ കമ്മ്യൂണിക്കേഷൻ ആപ്സിന്റെ പേരാണ് ഇതൊക്കെ. ക്ലിക്കർ, പ്രൊലോഗ് 2, ടച്ച് ചാറ്റ് തുടങ്ങിയവയെല്ലാം മറ്റ് കമ്മ്യൂണിക്കേഷൻ ആപ്സ് ആണ്. ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആപ്സ് ധാരാളം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ആപ്സ് ഇപ്പോൾ പ്ലേ സ്റ്റോറിലും ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ ഒരു വ്യക്തിക്ക്, ഒരു AAC യൂസറിന് ഏറ്റവും അനുയോജ്യമായ ഒരു ആപ്പ് കണ്ടെത്തി ട്രെയിനിങ് കൊടുക്കണം. എല്ലാ ആപ്പും എല്ലാവർക്കും സ്യൂട്ടബിൾ ആവണം എന്നില്ല. അപ്പൊ ഇതുപോലെ ഇഷ്ടംപോലെ ആപ്സ് അവൈലബിൾ ആണ്. ഇനി ഇപ്പം ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം ലോ ടെക്നോളജി, ഹൈ ടെക്നോളജി ഡിവൈസസ് എല്ലാം അറ്റ്ലീസ്റ്റ് ഞാൻ ഒന്ന് പോയിന്റ് എങ്കിലും ചെയ്യണം. ഞാൻ എൻ്റെ കൈ ഉപയോഗിച്ച് പോയിന്റ് ചെയ്യുമ്പോഴാണ്, പോയിന്റ് ചെയ്യോ ടാപ്പ് ചെയ്യോ ഒക്കെ ചെയ്യുമ്പോഴാണ് ആ സൗണ്ട് വരുന്നതോ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ബോർഡ്, ചിത്രങ്ങളുള്ള ഒരു ബോർഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പോയിന്റ് ചെയ്യണം. ഇപ്പൊ ഒരു പോയിന്റ് കൈ ഉപയോഗിച്ച് പോയിന്റ് ചെയ്യാൻ പറ്റാത്ത ഭിന്നശേഷിക്കാരായ വ്യക്തികളുമുണ്ട്. ചലനശേഷിക്കെല്ലാം ബുദ്ധിമുട്ട്, കൈകാലൊന്നും അധികം ഉപയോഗിക്കാൻ പറ്റുന്നില്ല, കൈ പൊക്കി ഒന്ന് പോയിന്റ് ചെയ്യാനോ പറ്റാത്ത ആൾക്കാരുണ്ട്. ബെഡ് റിഡൺ ആയിട്ടുള്ള അല്ലെങ്കിൽ കിടപ്പ് രോഗികൾ, പലതരത്തിലുള്ള കണ്ടീഷൻസ്, ന്യൂറോളജി കണ്ടീഷൻസ് ഒക്കെ വന്ന് കിടപ്പിലായിട്ടുള്ള വ്യക്തികളുണ്ട്. അവർക്കും ആശയവിനിമയം ചെയ്യാൻ ഒരു മാർഗം വേണം. അത്തരത്തിലുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഐ ഗേസ് ഡിവൈസസ് എന്ന് പറയുന്നത്. ഐ ഗേസ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ ചലനം അനുസരിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡിവൈസസ് ആണ്. അപ്പോൾ അവർക്കും ആ ഒരു ചലനം ഉപയോഗിച്ച് ആ കമ്മ്യൂണിക്കേഷൻ ഡിവൈസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യമാകും. അപ്പം നമ്മൾ കൈ വെച്ച് പോയിന്റ് ചെയ്യുകയോ ഒന്നും വേണ്ട. ഈവൻ കിടക്കുന്ന ഒരാള്, ഫുള്ളി ബെഡ് റിഡൺ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും
കണ്ണിന്റെ ചലനം വെച്ച് അവർക്ക് അത് ഡിവൈസ് ഓപ്പറേറ്റ് ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ അറിയിക്കാൻ പറ്റും. അത്തരത്തിലുള്ളതാണ് ഐ ഗേസ് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പം ഐ ഗേസ് ഡിവൈസസിന്റെ ഉദാഹരണമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ടോബി 1 സീരീസ് ഐ ട്രാക്കിംഗ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. ഇനി ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം ടെക്നോളജി ഒരുപാട് കുറച്ച് ടെക്നോളജി ഉപയോഗിച്ചും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടും ഒക്കെയുള്ള AAC ഡിവൈസസ് ആണ്. എന്നാൽ ഈ ടെക്നോളജി ഒന്നും തന്നെ ഇല്ലാത്ത വളരെ ലളിതമായിട്ടുള്ള AAC ഡിവൈസസും ഉണ്ട്. അതായത് നോ ടെക്നോളജി AAC ഡിവൈസസും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് പേപ്പർ അടിസ്ഥാനമാക്കിയുള്ള സ്റ്റാറ്റിക് ഡിസ്പ്ലേകൾ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ AACയിൽ ഉൾപ്പെടുന്നത് ചിത്രങ്ങൾ മുതൽ കമ്പ്യൂട്ടറൈസ്ഡ് ഡിവൈസസ് വരെ വരുന്നു. അപ്പം നമ്മൾക്ക് ചിത്രങ്ങൾ അല്ലെങ്കിൽ ആശയവിനിമയത്തിനുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ ബോർഡുകൾ ഒക്കെ ഉപയോഗിക്കാം. അതും എല്ലാം AAC മെത്തേഡ്സ് തന്നെയാണ്. അതുവഴിയും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള ടെക്നോളജി ഡിവൈസസ് ഒന്നും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഡിവൈസസ് ഉപയോഗിക്കാം. ടെക്നോളജി ഇല്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള പിക്ചർ കാർഡ്സ്, ചിത്രത്തിൽ കാണുന്ന പിക്ചർ കാർഡ്സ്, പിക്ചർ കാർഡ്സും ഒരു കമ്മ്യൂണിക്കേഷൻ ബോർഡുമാണ്. അതായത് എല്ലാം നമ്മൾ സംസാരത്തിൽ കൂടെ അറിയിക്കുന്ന എല്ലാ കാര്യങ്ങളും പടങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ മുഖേനയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇതും ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഇവിടെ ടെക്നോളജി ഒന്നും തന്നെ ഇല്ല. ഇതൊരു കമ്മ്യൂണിക്കേഷൻ ഫോൾഡർ ആണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ബുക്ക്, ഒരു ഫയലിൽ ഉണ്ടാക്കിയ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണ്. അതിൽ ഒരു വ്യക്തിയുടെ ആവശ്യാനുസരണം ചിത്രങ്ങൾ ശേഖരിച്ച് ചിത്രങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുവഴിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇതിലൊന്നും ഒരു ടെക്നോളജിയും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതായത് ടെക്നോളജി ഇല്ലാത്ത ഡിവൈസസും അവൈലബിൾ ആണ്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ ബോർഡും പിക്ചറിന്റെയും കമ്മ്യൂണിക്കേഷൻ ഫോൾഡറിന്റെയും ചിത്രമാണ് കാണുന്നത്. ഇത് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസസും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു ചിത്രത്തിൽ കാണുന്ന ഒരു കീ ചെയിനിൽ ഉണ്ടാക്കിയിരിക്കുന്ന കീ ചെയിനിൽ കുറച്ച് പിക്ചർ കാർഡ്സ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ആ ഒരു AAC ഉപയോഗിക്കുന്ന വ്യക്തിക്ക് കഴുത്തിൽ ഇത് അണിയാം. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള മേ ബി ഒരു കമ്മ്യൂണിക്കേഷൻ ബാൻഡ് വേണമെങ്കിൽ എനിക്ക് അണിയാം. അതിൽ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം, അത്യാവശ്യ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരാളുടെ ബേസിക് നീഡ്സ്, മേ ബി ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം വേണം, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയിക്കുന്ന രീതിയിലുള്ള ചെറിയ ബേസിക് നീഡ്സ് റെപ്രസെന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചിത്രങ്ങളായി നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു ലേഡി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, അതിനെ ഒരു ഐ ഗേസ് ബോർഡ് എന്നാണ് പറയുന്നത്. നേരത്തെ ഞാൻ കാണിച്ചു ബെഡ് റിഡൺ ആയിട്ടുള്ള പേഷ്യൻസിന് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ഗേസ് ഡിവൈസസ്, അതിനൊക്കെ നല്ല വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡിവൈസസ് ആണ് അതൊക്കെ. ഇപ്പൊ അതൊന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വളരെ ലളിതമായ ഡിവൈസസ് പോലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു മെറ്റീരിയലിൽ പിക്ചേഴ്സ്, ട്രാൻസ്പെറന്റ് മെറ്റീരിയലിൽ പിക്ചേഴ്സ് സ്റ്റക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ബെഡ് റിഡൺ ആയിട്ടുള്ള ഒരാളിന് അതിലോട്ട് നോക്കി അവരുടെ എന്തൊക്കെയാണ് നീഡ്സ് എന്നുള്ളത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ ഒന്നും ടെക്നോളജി ഒന്നും ഇല്ല. അതായത് ടെക്നോളജി ഉള്ള ഓപ്ഷൻസും ഉണ്ട്, ടെക്നോളജി ഇല്ലാത്തതും ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ച ഇതെല്ലാം പിക്ചർ കാർഡ്സ് ആണ്. ഇതുപോലെയുള്ള പിക്ചർ കാർഡ്സ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഓരോരുത്തരുടെ ആവശ്യാനുസരണം, ഓരോ AAC യൂസേഴ്സിന്റെയും ആവശ്യാനുസരണം നമുക്ക് ഇതുപോലെ പിക്ചർ കാർഡ്സ് ആയിട്ട് ഉണ്ടാക്കാം. പിന്നെ ഞാൻ കമ്മ്യൂണിക്കേഷൻ ബോർഡ് എന്ന് പറഞ്ഞത് ഇതുപോലെ, ഇതൊരു ഫയലിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ഒരു കാർഡ്ബോർഡ് ആണ്, ഫയലാണ്. ഫയലിൽ മേ ബി നമുക്ക് ഇങ്ങനെ ഒരു പിക്ചേഴ്സ് സ്റ്റക്ക് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ ബോർഡ് ആയിട്ട് ഉപയോഗിക്കാം. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതും ഒരു കമ്മ്യൂണിക്കേഷൻ ബോർഡാണ്. അത്യാവശ്യ കാര്യങ്ങൾ മാത്രം റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കാർഡ്ബോർഡാണ്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ ഫോൾഡർ ആണ്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ ബോർഡിൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. കുറച്ചും കൂടി കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നമുക്ക് ബുക്കുകളാക്കാം, പല പേജസ്. ഇതുവഴി
ഇപ്പം എനിക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണോ, ഞാനൊരു AC ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എനിക്ക് ഇതുവഴി പോയിന്റ് ചെയ്യാം. ഇത് എനിക്കിപ്പം മേ ബി സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ സ്കൂളിലാണ് പോകുന്നത് എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ ഫോൾഡർ ആണ്. ഞാൻ ഈ കാണിച്ച ന്യൂ ടെക്നോളജി AAC എയ്ഡ്സിന്റെ ഉദാഹരണമാണ്. നെക്സ്റ്റ്, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു നമുക്ക് AAC ഉപയോഗിക്കാൻ ഇന്ന ഒരു ക്രൈറ്റീരിയ അങ്ങനെയില്ല. ആശയവിനിമയ ബുദ്ധിമുട്ടുള്ള ആർക്കും AAC ഉപയോഗിക്കാം. എന്നാലും കുറച്ച് ഡിസോർഡേഴ്സിന് ഞാൻ സ്പെസിഫൈ ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പം സെറിബ്രൽ പാൽസി ഉള്ള വ്യക്തികൾക്കായി എന്തൊക്കെ തരത്തിലുള്ള AAC ഡിവൈസസ് ഉപയോഗിക്കാം. ഞാൻ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ആവശ്യാനുസരണം ആ വ്യക്തിയുടെ സ്കിൽസ് അല്ലെങ്കിൽ കഴിവുകൾ അനുസരിച്ച് അവരുടെ കമ്മ്യൂണിക്കേഷൻ നീഡ്സ് അനുസരിച്ചാണ് ഏതൊരു ഡിവൈസും തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഞാൻ ഈ കാണിച്ച കമ്മ്യൂണിക്കേഷൻ ബോർഡ്സ്, കമ്മ്യൂണിക്കേഷൻ ആപ്സ്, കമ്മ്യൂണിക്കേഷൻ ഫോൾഡർ, ഇതെല്ലാം ഇത്തരത്തിലുള്ളവർക്ക് സെറിബ്രൽ പാൽസി ഉള്ള വ്യക്തികൾക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഏതാണെന്നുള്ളത്, ഇതിൽ ഏത് ഡിവൈസ് ആണെന്നുള്ളത് നമ്മളൊരു അസസ്മെന്റിൽ കൂടെയാണ് കണ്ടെത്തുന്നത്. അതുപോലെ ഓട്ടിസം ഉള്ള വ്യക്തികൾക്കായിട്ടുള്ള AAC ഡിവൈസസും ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ബോർഡ്സ്, ബോർഡ് മേക്കർ സോഫ്റ്റ്വെയർ, ആവാസ്, ഞാൻ നേരത്തെ കാണിച്ചതുപോലത്തെ കമ്മ്യൂണിക്കേഷൻ ആപ്സ്. ആവാസ് ഓട്ടിസം ഉള്ള ഒത്തിരി കുട്ടികൾക്ക്, നോൺ വെർബൽ ആയിട്ടുള്ള കുട്ടികൾക്ക് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്കും ഇത്തരത്തിലുള്ള ഡിവൈസസ് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ കാണിച്ചതുപോലത്തെ കമ്മ്യൂണിക്കേഷൻ ബോർഡ്സ്, കമ്പ്യൂട്ടറൈസ്ഡ് ഡിവൈസസ്, കമ്മ്യൂണിക്കേഷൻ ആപ്സ്, ഇത്തരത്തിലുള്ള എല്ലാ ഡിവൈസസും ഈ കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏത് ഡിവൈസ് ആണെന്നുള്ളത് നമ്മളൊരു അസസ്മെന്റിൽ കൂടെയാണ് കണ്ടെത്തുന്നത്. ഇതുവരെ നമ്മൾ കണ്ടത് ഏതൊക്കെ തരത്തിലുള്ള AAC ഡിവൈസസ് ഉണ്ടെന്നാണ്. എന്തിനാണ് AAC, ആർക്കൊക്കെ AAC ഉപയോഗിക്കാം, ഏതൊക്കെ തരത്തിലുള്ള AAC, ടെക്നോളജി ഇല്ലാത്തതും കുറച്ച് ടെക്നോളജി ഉപയോഗിച്ചും വളരെ സങ്കീർണമായിട്ടുള്ള ഹൈ ടെക്നോളജി എയ്ഡ്സും ഒക്കെ നമ്മൾ കണ്ടു. ഇനി ഈ ഒരു AAC എങ്ങനെയാണ് നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഒരു തെറപ്പിയിൽ ഇതും കൂടെ എങ്ങനെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഒരു ടീം അസസ്മെന്റ് ആണ് ആവശ്യം ഇവിടെ. അതായത് ഒരു വ്യക്തിക്ക്, ഒരു ആശയവിനിമയ പരിമിതിയുള്ള വ്യക്തിക്ക് ഈ ഒരു AAC അപ്രോച്ച്, ഒരു AAC ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു തെറപ്പി ആവശ്യമാണോ വേണ്ടേ എന്നുള്ളതാണ്. അതിനൊരു ടീം ഓഫ് പ്രൊഫഷണൽസ് ചേർന്നിട്ടാണ് ഒരു അസസ്മെന്റ് ചെയ്യുന്നത്. അതിൽ ഉള്ള വ്യക്തികളുടെ പേരാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്, ഒരു സ്പീച്ച് തെറപ്പിസ്റ്റ്. സ്പീച്ച് തെറപ്പിസ്റ്റ് ചെയ്യുന്നത് ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെ കമ്മ്യൂണിക്കേഷൻ നീഡ്സ് ആണുള്ളത്, എന്തൊക്കെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് നമുക്ക് ഉപയോഗിക്കാം, ഏത് രീതിയിൽ ട്രെയിനിങ് കൊടുക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്. പിന്നെ ഒരു ടീം അംഗമാണ് ഫിസിയോതെറപ്പിസ്റ്റ്, ഒക്കുപേഷണൽ തെറപ്പിസ്റ്റ്. മിക്കവാറും ഈ AAC ഉപയോഗിക്കുന്ന വ്യക്തികൾക്കെല്ലാം, എല്ലാവരും ഇല്ലെങ്കിലും കുറെ പേർക്കും ഈ ചലനശേഷി, മോട്ടോർ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരുണ്ട്. അപ്പൊ അവർക്ക് അനുയോജ്യമായ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ പോസ്ചർ, ഹെഡ് ആൻഡ് നെക്ക് സപ്പോർട്ട്, അപ്പം ഏത് രീതിയിൽ അവരെ സീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾക്ക്, പിന്നെ അല്ലെങ്കിൽ ഹാൻഡ് ഫങ്ഷനിങ് മിക്കവാറും ഒരുപാട് AAC ഡിവൈസസിലും ഒരു പോയിന്റ് ചെയ്യുന്ന തരത്തിലുള്ള AAC ഡിവൈസസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഹാൻഡ് ഫങ്ഷനിങ് ഇംപ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഏത് രീതിയിൽ അവരെ ഇരുത്തിയാൽ അവർക്ക് ആ ഡിവൈസ് ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സെൻസറി ഇഷ്യൂസ് ഒക്കെ ഡീൽ ചെയ്യാനെല്ലാം ഒരു ഫിസിയോതെറപ്പിസ്റ്റും ഒക്കുപേഷണൽ തെറപ്പിസ്റ്റിന്റെയും ആവശ്യകതയുണ്ട്. പിന്നെ ഒരു ടീം മെമ്പർ എന്ന് പറയുന്നത് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഏജന്റ്സ് ആണ്. ഇപ്പം കുറെ ഡിവൈസസ് കണ്ടു. ഈ ടെക്നോളജി ഉൾപ്പെട്ടിട്ടുള്ള ഡിവൈസസ് എല്ലാം നമുക്കത് പല കമ്പനിയിൽ നിന്നും ഏജൻസീസിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെയുള്ള അവരുമായിട്ടുള്ള ഒരു കോണ്ടാക്ട്, അത് ഏതൊക്കെ ഡിവൈസസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഡിവൈസ് വാങ്ങിച്ചാലും നമുക്കത് കസ്റ്റമൈസ് ചെയ്യണം. അതായത് ഓരോ വ്യക്തിയുടെയും ആവശ്യാനുസരണം നമ്മൾക്കത് മാറ്റിയെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ മാനുഫാക്ചറേഴ്സ്, ഏജൻസ്, ഡിവൈസസിന്റെ കേസസ് വരുമ്പം അവരുടെ ആവശ്യവും വരുന്നു. പിന്നെ മെഡിക്കൽ പ്രൊഫഷണൽസ്, മെഡിക്കൽ പ്രോബ്ലംസ്, AAC യൂസേഴ്സിനെല്ലാം മിക്കവാറും ഉള്ളവർക്കെല്ലാം ഒത്തിരി മെഡിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉള്ളവരായിരിക്കും, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരായിരിക്കും. അപ്പൊ അതാത് മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ ആവശ്യമുണ്ട്. ദെൻ സോഷ്യൽ വർക്കർ ഈ ക്ലയന്റിന്റെ ഒരു ഓൺഗോയിങ് നീഡ്സ് അസസ് ചെയ്യാനും പിന്നെ എല്ലാ ഇതുമായിട്ട് ലിങ്ക് ചെയ്യാനും
ഒരു സോഷ്യൽ ഇമോഷണൽ സപ്പോർട്ട് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടി ഒരു സോഷ്യൽ വർക്കർ വേണം. പിന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഇപ്പം ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സ്കൂൾ സെറ്റപ്പിലോട്ട് പോകുമ്പോൾ അവിടെ അവർ AAC യൂസ് ചെയ്യുമ്പോഴെല്ലാം അനുയോജ്യമായ സപ്പോർട്ട് കൊടുക്കുന്നതിനൊക്കെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും ഒരു ടീം അംഗമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് AAC ഉപയോഗിക്കുന്ന വ്യക്തി ഓർ ക്ലയന്റ്. AAC ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടീം അംഗം. അവരുടെ നീഡ്സ് അനുസരിച്ചാണ് ബാക്കി എല്ലാ ടീം അംഗങ്ങളും പ്രവർത്തിക്കുന്നത്. എന്തൊക്കെയാണ് ആ AAC യൂസറിന്റെ നീഡ്സ്, അത് വെച്ചിട്ടാണ് ബാക്കി എല്ലാ പ്രൊഫഷണൽസിന്റെയും റൂൾ വരുന്നത്. AAC യൂസറാണ് പ്രധാനപ്പെട്ട വ്യക്തി ഇതില്. അപ്പൊ ഈ ഒരു അസസ്മെന്റിൽ കൂടെയാണ് നമ്മൾ AAC ആ ഒരു വ്യക്തിക്ക് AAC വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അതായത് AACയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള തെറപ്പി വേണോ അതെയോ സ്പീച്ച് തെറപ്പി മതിയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു അസസ്മെന്റ് പ്രോസസ്സിൽ കൂടെയാണ്. ഇപ്പം AAC വേണം, AAC കാൻഡിഡേറ്റ് ആണെന്ന് കണ്ടത്, AAC കാൻഡിഡേറ്റ് ആണ്. അപ്പൊ എന്തൊക്കെ AAC ഗോൾസ് നമ്മൾ തെറപ്പിയിൽ ഉൾപ്പെടുത്തണം? ഒന്ന്, സംസാരത്തിൽ ഉണ്ടാകുന്ന അപര്യാപ്തകൾ അല്ലെങ്കിൽ സ്പീച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഗോൾസ് ആയിരിക്കണം നമ്മൾ ഒന്ന് AACയിൽ എടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ചിലരിൽ കുറച്ച് സ്പീച്ച് കാണും. ആ കുറച്ച് സ്പീച്ചിൽ ചിലപ്പം എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം അത്തരത്തിലുള്ളവർക്ക് AAC മാർഗം കൂടെ കൊടുത്ത് എങ്ങനെ അവരുടെ ഒരു സ്പീച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്പീച്ച് ഡെവലപ്മെന്റ് എങ്ങനെ കുറച്ചും കൂടെ ഈസി ആക്കാൻ പറ്റും. അതുമല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും, പക്ഷെ അത് അറിയിക്കാൻ എക്സ്പ്രസ് ചെയ്യാനായിരിക്കും ബുദ്ധിമുട്ട്. അപ്പൊ ആ എക്സ്പ്രസ് ചെയ്യാനായിട്ട് AAC മെത്തേഡ് കൊടുക്കാം. ഈ ചിത്രങ്ങൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആപ്സ് ഉപയോഗിക്കാം. അത്തരത്തിലുള്ള ഒരു AAC ഗോൾ ആയിരിക്കണം തെറപ്പിയിൽ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. പിന്നീട് ഒന്ന് റിസപ്റ്റീവ് എക്സ്പ്രസീവ് ഭാഷാ വികാസ ആവശ്യകതകൾ. അതായത് AAC ഇപ്പം ജസ്റ്റ് ആവശ്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി മാത്രമല്ല. ഞാനിപ്പോ ഒരു പിക്ചർ ബോർഡ് കാണിച്ചു, എനിക്കിപ്പം ഇത് വെള്ളം വേണം അല്ലെങ്കിൽ എനിക്ക് ആഹാരം വേണം എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ മാത്രമല്ല. കുഞ്ഞുങ്ങളുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് പുതിയ പുതിയ വാക്കുകൾ പഠിപ്പിക്കുന്നതിന് നമ്മളൊരു സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറപ്പിയിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, പുതിയ പുതിയ വാക്കുകൾ അവർ പഠിക്കുന്നു, ആശയങ്ങൾ അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള എല്ലാ കാര്യത്തിനും AAC ഉപയോഗിക്കാം. ഒരു നീഡ്സ് എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല, സംസാര ഭാഷ ഡെവലപ്പ് എടുക്കുന്നതിനും വേണ്ടിയും AAC അപ്രോച്ചസ് ഉപയോഗിക്കാം. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് അവർക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരുമായിട്ട് ആശയവിനിമയം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി, അതായത് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ പല പല സാഹചര്യത്തിൽ എങ്ങനെ AAC ഉപയോഗിക്കാം എന്നുള്ളത് കൂടി നമ്മുടെ ട്രെയിനിങ്ങിൽ ഉൾപ്പെടുത്തണം. കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരരുത്. അത് വരാതിരിക്കാനാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം, ഈ ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തണം. ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഒരു തെറപ്പിയിൽ ഇതും കൂടി എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം? അതിന് ആദ്യം തന്നെ നമുക്ക് ആ ഒരു, ഇപ്പൊ ഒരു കുട്ടിയാണ്, ഒരു AAC ഉപയോഗിക്കുന്നത് ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഒരു രീതി അല്ലെങ്കിൽ അവരുടെ ഒരു പ്രധാനമായ ഒരു കമ്മ്യൂണിക്കേഷൻ നീഡ്സ് നമ്മൾ മനസ്സിലാക്കണം ആദ്യം തന്നെ. അതായത് അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആശയവിനിമയം നടത്തേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. ആ കുട്ടിയുടെ ഒരു ഡെയിലി റൂട്ടീൻ, ആരുമായിട്ടൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്, അപ്പൊ അങ്ങനെയുള്ള ആ കുട്ടിയുടെ ഒരു നീഡ്സ് മനസ്സിലാക്കണം ആദ്യം. പിന്നെ നമ്മളൊരു അനുയോജ്യമായ ഒരു AAC ഡിവൈസ് സെലക്ട് ചെയ്യുന്നു. അതൊരു പിക്ചർ കാർഡ്സ് ആകാം, കമ്മ്യൂണിക്കേഷൻ ബുക്ക് ആകാം, ആപ്പ് ആകാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പം കുട്ടിയുമായിട്ട് നമ്മൾ ആശയവിനിമയം ചെയ്യുമ്പോഴും ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കണം, എങ്കിലേ കുഞ്ഞിനത് മനസ്സിലാവുള്ളൂ. നമ്മളിപ്പം അങ്ങോട്ട് സംസാരിക്കുന്നു, തിരിച്ചു കുട്ടി AAC ഡിവൈസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ പിക്ചേഴ്സിൽ പോയിന്റ് ചെയ്യുക എന്നുള്ളത് കുഞ്ഞിന് അത്രത്തോളം മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ഈ സ്പീച്ചിനോടൊപ്പം ഈ AAC ഡിവൈസും കൂടി ഉപയോഗിക്കണം. പിന്നെ കുട്ടിയെയും അത് ഉപയോഗിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കണം. പിന്നെ എല്ലാ സമയത്തും കുട്ടികൾക്ക് ഈ ഒരു AAC ഡിവൈസ് അവൈലബിൾ ആയിരിക്കണം. അതായത് ഇപ്പം ഒരു തെറപ്പി ക്ലാസ്സിൽ മാത്രം AAC ഡിവൈസ് ഉപയോഗിക്കുന്നു, സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ സ്കൂളിൽ പോകുമ്പം ഇല്ല, അല്ലെങ്കിൽ വീട്ടിലെ സിറ്റുവേഷനിൽ ഇല്ല,
അങ്ങനെ ആകരുത്. അതൊരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണ്. കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇന്ന സമയം അങ്ങനെയൊന്നുമില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട എല്ലാ സാഹചര്യത്തിലും ഈ ഒരു ഡിവൈസ് ആ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരിക്കണം. അത് വീട്ടിലോ ക്ലാസ് റൂമിലോ മറ്റ് സാഹചര്യങ്ങളിലോ എവിടെയാണെന്നുണ്ടെങ്കിലും ഈ AAC ഡിവൈസ് എപ്പോഴും കയ്യിലുണ്ടായിരിക്കണം. ഇപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ ബുക്ക് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി എവിടെ പോയാലും ആ ഒരു ഫോൾഡർ ഉണ്ടായിരിക്കണം കയ്യിൽ. അപ്പൊ അത് വീട്ടിൽ അല്ലെങ്കിൽ തെറപ്പി ക്ലാസ്സിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ AAC ഉപയോഗിക്കുന്ന വ്യക്തികളുമായി ഇടപെടുന്ന വ്യക്തികളെ ഉപയോഗിക്കാൻ സജ്ജീകരിക്കുക. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പാർട്ട്ണർ ട്രെയിനിങ് എന്ന് പറയും. അതായത് ഈ ഒരു വ്യക്തിയെ മാത്രം നമ്മൾ ട്രെയിൻ ചെയ്താൽ പോരാ, ഇവരുമായിട്ട് ഇടപഴകുന്ന ആൾക്കാരെ കൂടി നമ്മൾ സജ്ജീകരിക്കണം. കാരണം ഇപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ ആപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ പേരൻസിനും അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സിന് കൂടി ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. എങ്കിലേ കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ട്രെയിനിങ് കൊടുക്കുമ്പം ആ ഒരു വ്യക്തിക്ക് മാത്രമല്ല, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വ്യക്തികളെ കൂടി ഈ അപ്രോച്ചസും ഇതെങ്ങനെയാണെന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ഇതെല്ലാം കഴിയുന്നത്ര നാച്ചുറൽ സിറ്റുവേഷൻസിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പൊ ഒരു ഡെയിലി റൂട്ടീൻ നാച്ചുറൽ സിറ്റുവേഷൻസിൽ ചെയ്യുമ്പോഴാണ് ആ വ്യക്തിക്ക് കൂടുതലും മനസ്സിലാകുന്നത്. ഇനി AAC ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ സ്റ്റെപ്സ് ആണ് പറയുന്നത്. അപ്പം ഒരു അസസ്മെന്റിൽ കൂടി നമ്മൾ കണ്ടെത്തും എന്തൊക്കെയാണ് ആ കുട്ടിയെ പഠിപ്പിക്കേണ്ടതെന്ന്. അപ്പം ആ ഒരു ഗോൾസ് ആദ്യം തന്നെ നമ്മൾ എന്താണ് ഈ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, കുട്ടി അല്ലെങ്കിൽ മുതിർന്ന ആളിന് AAC കൂടി എന്തൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കണം. ആ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അത് ഒരു ഷോർട്ട് ടേം ഇമ്മീഡിയറ്റ് ആയിട്ട് ഉടനെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഒരു ലോങ് ടേം ഗോളും സെറ്റ് ചെയ്യണം. ഇപ്പം ചിലപ്പം ഒന്നും തന്നെ ചെയ്യാത്ത ഒരു ഇമ്മീഡിയറ്റ് നീഡ്സ് എന്ന് പറയുന്ന ഒരാളുടെ ബേസിക് നീഡ്സ് എക്സ്പ്രസ് ചെയ്യാം, മേ ബി ഭക്ഷണം അല്ലെങ്കിൽ ടോയ്ലറ്റ് നീഡ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കുട്ടിയാണെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ ആദ്യം അഡ്രസ്സ് ചെയ്യണം. കാരണം ഒരു ബേസിക് ഇത് മേ ബി ഒരു പേരൻസിന് അറിയില്ല ഏത് സമയമാകുമ്പോഴാണ് കുഞ്ഞിന് വിശക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ മിക്കവാറും ഒക്കെ ചെയ്യുന്നത് അവർ സമയാസമയങ്ങളിൽ അങ്ങ് ചെയ്യും. ഈ സമയമാകുമ്പോൾ വിശക്കും, അല്ലെങ്കിൽ ഈ സമയമാകുമ്പോൾ ഉറക്കം വരും. ചിലപ്പോൾ ആ കുട്ടി ചെയ്യുന്നത് കരയായിരിക്കും, അല്ലെങ്കിൽ ബഹളം വെക്കും. ഇതിൽ നിന്ന് പേരൻസ് ഇന്റർപ്രറ്റ് ചെയ്യും, ഓക്കെ ഇപ്പൊ ഇതിനായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ ആദ്യം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഗോൾസ്, തിരഞ്ഞെടുത്ത ലക്ഷ്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷൻ പാർട്ട്ണർ ട്രെയിനിങ്, ആ വ്യക്തിയുമായി ഇടപഴകുന്ന ആൾക്കാരെ കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തി അവർക്കും കൂടി ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. കമ്മ്യൂണിക്കേഷൻ ഇന്റന്റ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ അസസ്മെന്റ് കൂടി ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് നോക്കി, അല്ലെങ്കിൽ ഈ ഇന്ന കമ്മ്യൂണിക്കേഷൻ നീഡ്സ് ഒക്കെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് നോക്കി. പക്ഷെ ചില കുട്ടികൾ ഇതുണ്ട്, ആ പലതരത്തിലുള്ള ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡിസബിലിറ്റി കാരണം ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റേ ഇല്ല. അതായത് ഒന്നും തന്നെ അവര് എക്സ്പ്രസ് ചെയ്യാറില്ല. എപ്പോഴാണ് മേ ബി വിശക്കുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പേരൻസ് പറയും അത് എക്സ്പ്രസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ എങ്ങനെ അറിയിക്കുന്നത്, ഒന്നും ചെയ്യാറില്ല. ഞങ്ങൾ ആ സമയമാകുമ്പം എനിക്കറിയാം, ഈ സമയമാകുമ്പം അവന് അല്ലെങ്കിൽ ആ ബഹളം കാണിക്കുന്നത് ഉറക്കം വരുമ്പോഴാണ്. അപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റും ഒരു ഇതും ഇല്ലാത്ത കുട്ടികൾ ആദ്യം നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ആ ഒരു താല്പര്യമാണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ഇന്റന്റ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടം എന്നൊക്കെ ഉള്ളത്. അതൊരു ഇഷ്ടപ്പെട്ട ഭക്ഷണമാകാം, ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടമാകാം. അത് കിട്ടുന്നതിന് വേണ്ടി അവരെ നമുക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിപ്പിക്കാം. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഇന്റന്റ്, ഒരു താല്പര്യം നമുക്ക് വളർത്തിയെടുക്കാം. അപ്പം അങ്ങനെ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാലേ നമുക്ക് ബാക്കി പറഞ്ഞ എല്ലാത്തിലോട്ടും പോകാൻ പറ്റും. ഇപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് അല്ലെങ്കിൽ പിക്ചേഴ്സ് എടുത്ത് കൊടുത്തു, ഒരു ഇൻട്രസ്റ്റും ഇതും ഇല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ആ സ്റ്റെപ്സ് ഒന്നും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരിൽ ആദ്യം ഒരു ഇൻട്രസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് വർക്ക് ചെയ്താലേ നേരത്തെ പറഞ്ഞ സ്റ്റെപ്സിലോട്ട് ഒരു ഷോർട്ട് ടേം ഗോളും ലോങ് ടേം ഗോളും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
ഞാൻ ഇനി ഇത് AAC നമ്മുടെ ഒരു ഡെയിലി റൂട്ടീൻ ആക്ടിവിറ്റീസിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പം ഭക്ഷണ സമയത്ത് ഇപ്പം ഒരു കുഞ്ഞ് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പൊ ആ കുഞ്ഞിന് ഭക്ഷണ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു കമ്മ്യൂണിക്കേഷൻ ചാർട്ടിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ് പടങ്ങളായിട്ട്. അപ്പം ആ ഭക്ഷണ സമയത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്താ? ഇനിയും വേണോ, മതിയായോ, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടോ, ഇനിയിപ്പോ ഏത് ഭക്ഷണമാണ് വേണ്ടത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിക്ചേഴ്സ് വഴി റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ആ ഒരു കുട്ടിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. മേ ബി എനിക്ക് ഇനി ഇത് മതി, അല്ലെങ്കിൽ എനിക്ക് മതിയായി. കാരണം സ്പീച്ചിൽ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് ആ പിക്ചേഴ്സ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പം അവർക്കും അവരുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് AAC ഉപയോഗിക്കേണ്ടത്? AAC ഉപയോഗിക്കാൻ കമ്മ്യൂണിക്കേഷൻ വരുന്ന എല്ലാ സാഹചര്യങ്ങളിലും, ആശയവിനിമയം ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യത്തിലും ഈ AAC അപ്രോച്ചസ് ഉൾപ്പെടുത്താം. കൂടുതലും നമ്മുടെ ഡെയിലി റൂട്ടീൻ ആക്ടിവിറ്റീസിൽ എല്ലാം ഈ AAC അപ്രോച്ചസ് കൂടി ഉൾപ്പെടുത്താം. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച എക്സാമ്പിൾ, ഭക്ഷണം കഴിക്കുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സ്പീച്ച് വഴി നമ്മളാണെങ്കിൽ പറയാം എനിക്ക് ഇത് വേണ്ട, അല്ലെങ്കിൽ എനിക്ക് മതിയായി, അല്ലെങ്കിൽ ആ കറി മതി. പക്ഷെ സ്പീച്ച് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്കും ഈ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പം അവർക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ചാർട്ട് അല്ലെങ്കിൽ ഒരു AAC ഡിവൈസ് വഴി അവർക്ക് കാര്യങ്ങൾ പറയാം. പിന്നെ ഒരു മൾട്ടി മോഡൽ അപ്രോച്ച് എന്ന് പറയുമ്പം എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ അറ്റംപ്റ്റ്സും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇപ്പം ചിലപ്പോൾ മോനെ വേണോന്ന് ചോദിക്കപ്പം ചിലപ്പോൾ തലയാട്ടുന്ന കുട്ടികളെല്ലാം വേണ്ടെന്നാണെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ വേണം, അല്ലെങ്കിൽ മതി എന്നാണ് കൈ കാണിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം മീനിങ് ഫുൾ ആയിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ അറ്റംപ്റ്റ്സും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഞാനിപ്പോ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ഞാൻ സംസാരിക്കുക മാത്രമല്ല, എന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്, എന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉണ്ട്, ഞാൻ ഗെസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളും ആക്ച്വലി എല്ലാവരും മൾട്ടി മോഡൽ കമ്മ്യൂണിക്കേറ്റേഴ്സ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ ഇത്തരത്തിലുള്ള വ്യക്തികളും അങ്ങനെ എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ അറ്റംപ്റ്റ്സും യൂസ് ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കാം. ഇത് കുറച്ച് സ്ട്രാറ്റജീസ് ആണ് AAC നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ടിപ്സ് എന്ന് പറയാം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഒന്ന്, കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം ചെയ്യാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്താലേ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും അത് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ആവശ്യം വരുന്നില്ല. അപ്പൊ നമ്മൾ ആവശ്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം, എങ്കിലേ അവർക്ക് അവരുടെ നീഡ്സും എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂ. പിന്നെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വേണ്ട ഒരു ക്ലൂസ് അല്ലെങ്കിൽ സൂചനകൾ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കണം. അതായത് ഇപ്പം ഒരു പിക്ചർ ചാർട്ട് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ മേ ബി ചിലപ്പം പിക്ചറിലോട്ട് പോയിന്റ് ചെയ്യാൻ ചിലപ്പം ഒരു കൈക്കൊക്കെ മൂവ്മെന്റ്സ് കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത്ര ഈസി ആയിട്ട് പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ഒരു ക്ലൂ, ഒരു ഹെൽപ്പ്, ഒരു സപ്പോർട്ടൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ സൂചനകൾ നൽകണം. പിന്നെ അവരുടെ ആവശ്യങ്ങൾ അവർക്കായിട്ട് തീരുമാനിക്കുന്ന മിക്കവാറും അവർക്ക് എക്സ്പ്രസ് സ്പീച്ച് വഴി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഇതായിരിക്കും കാര്യം, അല്ലെങ്കിൽ ഇതിനായിരിക്കും എന്നുള്ളത് നമ്മൾ തന്നെ ഒരു അസ്യൂം ചെയ്യാതെ അവരായിട്ട് നമ്മൾ സിറ്റുവേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടെ. പിന്നെ റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു സമയവും നമ്മൾ കൊടുക്കണം. മിക്കവാറും ഈ AAC ഉപയോഗിക്കുന്ന വ്യക്തികളെല്ലാം ചിലപ്പം മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരായിരിക്കും. നമ്മളിപ്പം ഒന്ന് ചോദിച്ച ഉടനെ അവര് പിക്ചറിലോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആപ്സിലോട്ടോ ഒന്ന് പോയിന്റ് ചെയ്യണം എന്നില്ല. അപ്പൊ പ്രതികരിക്കാനുള്ള ഒരു ടൈം നമുക്ക് കൊടുക്കണം. അത് മനസ്സിലാക്കാനും ചിലപ്പോൾ കൈകാലിന്റെ ഒക്കെ ചലനമൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഉള്ളവരാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും അതിലോട്ട് വന്ന് നോക്കി കണ്ടുപിടിക്കാനൊക്കെ. പിന്നെ ഇത് ഉപയോഗിക്കാം, സ്പീച്ചും AACയും ഒരുമിച്ച് ഉപയോഗിക്കാം. അപ്പൊ വെറുതെ നമ്മൾ പിക്ചറിലോട്ട് പോയിന്റ് ചെയ്യുന്നതല്ല. ഇപ്പൊ മോന് ബിസ്ക്കറ്റ് ആണോ വേണ്ടെന്നുള്ള ബിസ്ക്കറ്റിലോട്ട് പോയിന്റ് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ചോദിക്കാം, സംസാരിക്കുകയും ചെയ്യാം. സംസാരവും AACയും കൂടി ഒരുമിച്ച് ഉപയോഗിക്കാം. പിന്നെ അവരുടെ ഓരോ പ്രതികരണത്തെയും പ്രോത്സാഹിപ്പിക്കുക. ചെറിയ ചെറിയ റെസ്പോൺസസ് ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ നമ്മൾ കുറേ ഈ കമ്മ്യൂണിക്കേഷൻ ഇന്റന്റിൽ വർക്ക് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ കുറേ തെറപ്പി സെഷൻസ് ഒക്കെ കഴിയുമ്പോഴായിരിക്കും ആ കുട്ടി അതിലോട്ടൊന്ന് നോക്കുന്നത് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിന്റ് ചെയ്യുന്നത്.
അപ്പൊ അതൊക്കെ ചെറിയ റെസ്പോൺസ് ആണെങ്കിൽ പോലും ആ ഓരോ മൈന്യൂട്ട് റെസ്പോൺസസിനെ പോലും നമ്മൾ അത് പ്രോത്സാഹിപ്പിക്കണം. പിന്നെ ഈ AAC ഡിവൈസസ് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. എപ്പോഴൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നോ അപ്പോഴെല്ലാം AAC ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് അവൈലബിൾ ആയിരിക്കണം. ഇപ്പം സ്കൂളിൽ പോകുന്ന ഇപ്പം AAC ഉപയോഗിക്കുന്ന ഒരു കുട്ടി സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ ആ AAC ഡിവൈസ് സ്കൂളിൽ പോകുമ്പോഴും ഉണ്ടായിരിക്കണം. അതപ്പോ അല്ലെങ്കിൽ തെറപ്പിയിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആകരുത്. അല്ലെങ്കിൽ വീട്ടിലും എവിടെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അവിടെ എല്ലാം ഈ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഈ വ്യക്തിയോടൊപ്പം ഉണ്ടായിരിക്കണം. ഇനി ചെറിയ കുട്ടികളിൽ AAC എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പം നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം സ്പീച്ച് തെറപ്പി ട്രൈ ചെയ്തു, കുറെ നാൾ സ്പീച്ച് നോക്കി, സ്പീച്ച് വരാത്ത കുട്ടികൾക്കായിരുന്നു ഈ ഒരു AAC അപ്രോച്ചസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡായിട്ട്. എന്നാൽ ഇപ്പം ഉള്ള റിസർച്ച് സ്റ്റഡീസും ഒക്കെ പറയുന്നത് നമുക്ക് ഒരു അറ്റ് റിസ്ക്, ഇപ്പൊ സംസാര ഭാഷ വികാസം ഒരു ഡിലേ വരാൻ സാധ്യതയുള്ള കുട്ടികളിൽ നമുക്ക് സ്പീച്ചിനോടൊപ്പം ഇങ്ങനത്തെ അപ്രോച്ചസ് AAC അപ്രോച്ചസും കൂടി ഉൾപ്പെടുത്തി തെറപ്പി തുടങ്ങാം. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ഫെയിലിയർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട, ഒരു വെയിറ്റ് ആൻഡ് സീ അപ്രോച്ച് അല്ല. നമുക്ക് ഇങ്ങനെ ഒരു അറ്റ് റിസ്ക് ആണെന്ന് തോന്നുന്ന കേസസിൽ തന്നെ നമുക്ക് സ്പീച്ചിന്റെ കൂടെ ഇതും കൂടി ഉൾപ്പെടുത്താം. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി സംസാര ഭാഷയും കുറച്ചും കൂടെ ഒരു ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. വെയിറ്റ് ചെയ്യാതെ റിസ്ക് ഉള്ള പോപ്പുലേഷനിൽ റിസ്ക് ഉള്ള കുട്ടികളിൽ ആദ്യമേ തന്നെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ അവരുടെ ഡെയിലി റൂട്ടീൻ ആക്ടിവിറ്റീസിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി കൊടുക്കണം. അതായത് എല്ലാ നീഡ്സും നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാതെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക. പിന്നെ സംസാര ഭാഷ ഇതിനോടൊപ്പം ഉപയോഗിക്കുക. പിന്നെ AAC എന്ന് പറയുന്നത് ഇപ്പം ജസ്റ്റ് ആവശ്യങ്ങൾ മാത്രം അറിയിക്കാനായിട്ട് ഉപയോഗിക്കരുത്. ഇപ്പം എനിക്ക് പിക്ചറിൽ കാണിക്കുന്നു എനിക്ക് വെള്ളം വേണം അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണം, അത് മാത്രമല്ല മറ്റെല്ലാ കമ്മ്യൂണിക്കേഷൻ ഫങ്ഷൻസ് ഇപ്പം നമ്മൾ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, മറ്റുള്ളവരുമായിട്ട് ഇടപഴകാറുണ്ട്. അപ്പം നമ്മൾ സംസാര ഭാഷയിൽ കൂടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യോ എല്ലാ കാര്യങ്ങളും AAC ഡിവൈസ് ഉപയോഗിച്ച് അവർക്ക് കാര്യങ്ങൾ ചെയ്യാം. അതായത് ഒരു റിക്വസ്റ്റിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ. കുട്ടിയുമായിട്ട് ഇടപഴകുമ്പോൾ രണ്ടും AACയും സംസാരവും ഉപയോഗിക്കാം. പിന്നെ AAC സംവിധാനങ്ങൾ യൂസറിന്റെ ആവശ്യാനുസരണമായിരിക്കണം. അത് ഏതൊരു AAC ഡിവൈസ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും ആ വ്യക്തിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അത് ഉപയോഗിക്കുന്ന വ്യക്തി. അവർക്ക് ഏതാണോ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് അത് വേണം നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ. പിന്നെ അവരുടെ ആവശ്യാനുസരണം നമ്മൾ അത് മാറ്റുകയും വേണം. ഇപ്പൊ ആദ്യം നമ്മൾ ചിലപ്പം തുടങ്ങുന്നത് ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ ബോർഡിലായിരിക്കും അല്ലെങ്കിൽ പിക്ചേഴ്സിലായിരിക്കും, പിക്ചർ കാർഡ്സ്. അപ്പം വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് അതുവഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. പോകെ പോകെ അവരുടെ നീഡ്സ് കൂടി വരും. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും ആ ഒരു ബോർഡിൽ കൂടി പറ്റില്ല. അപ്പൊ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ബുക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ആപ്പിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അതപ്പോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറ്റും. അപ്പൊ ആ ഓൺഗോയിങ് നീഡ്സ് അനുസരിച്ച്, ആവശ്യം അനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഡിവൈസസിലും ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കണം. പിന്നെ കുട്ടികളിലാകുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറച്ചും കൂടെ ഒരു പ്ലേ ആക്ടിവിറ്റീസും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തായിരിക്കണം. അതൊരു കാരണം നമ്മൾ സാധാരണ തെറപ്പിയിലും ഒക്കെ ചെയ്യുമ്പോഴും ആക്ടിവിറ്റീസ് ഒത്തിരി പ്ലേ ആക്ടിവിറ്റീസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാറുണ്ട്. സെയിം വേ തന്നെയാണ് ഇവിടെ. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവർക്ക് രസകരമാകണം. അപ്പം കുറച്ച് കാര്യങ്ങൾ ഓർക്കാനുള്ളത്, ഈ AAC സിസ്റ്റംസ് വൈവിധ്യമാർന്ന ആശയവിനിമയ രീതികൾ ഉൾപ്പെടുത്തണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു റിക്വസ്റ്റിംഗ് ഫംഗ്ഷന് മാത്രം ഉപയോഗിക്കരുത്, എല്ലാ കമ്മ്യൂണിക്കേറ്റീവ് ഫംഗ്ഷൻസിനും അത് ഉപയോഗിക്കാം. അതായത് ചോദ്യങ്ങൾ ചോദിക്കാൻ, വിവരങ്ങൾ ശേഖരിക്കാനും, എല്ലാവരുമായിട്ട് ഇടപഴകാനും ഒക്കെ എല്ലാ സാഹചര്യത്തിലും പല സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കണം. പിന്നെ ഏതൊരു AAC ഡിവൈസ് സെലക്ട് ചെയ്താലും അതിൽ അവർക്ക് വേണ്ട പദങ്ങൾ അല്ലെങ്കിൽ ഒരു വൊക്കാബുലറി ഓർ വേർഡ്സ് അതിൽ ഉണ്ടായിരിക്കണം. ഇപ്പം ഞാനിപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ആപ്പാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഒരു കുഞ്ഞ്
ബർത്ത്ഡേ പാർട്ടിയിലോട്ടാണ് പോകുന്നതെങ്കിൽ അപ്പൊ ബർത്ത്ഡേയുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ ആ കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ ആപ്പിൽ ഉണ്ടായിരിക്കണം. എങ്കിലേ ആ കുഞ്ഞിന് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പം എല്ലാ സാഹചര്യത്തിലും വേണ്ട ഒരു വൊക്കാബുലറി അല്ലെങ്കിൽ പദങ്ങൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതൊക്കെ നമ്മൾ ട്രെയിനിങ്ങിൽ പോകെയാണ് ഇതെല്ലാം വരുന്നത്. അപ്പം ചുരുക്കത്തിൽ ഈ പ്രസന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് AAC, ഞാൻ കുറെ AAC ഡിവൈസസും ഒക്കെ കാണിച്ചു. AAC എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഉപയോഗിക്കുന്നതല്ല, അത് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം സാധ്യമാക്കാം അതിൽ നിന്നാണെന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ഒരു ഡിവൈസ് ഉണ്ടെങ്കിലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ വെച്ചിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഏത് ഡിവൈസ് ഉപയോഗിച്ചാലും അതുവഴി കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കണം. പിന്നെ ഈ വ്യക്തികൾക്ക് AAC സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ അവരുടെ ആവശ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് പേരുമായിട്ട് ഇടപഴകാനും അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും ഒക്കെ പറ്റും. അപ്പൊ ഈ ആശയവിനിമയ പരിമിതികൾ നേരിടുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും തന്നെ ആശയവിനിമയം ഇതിലൂടെ സാധ്യമാവട്ടെ. അതായത് ഒരാൾ പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഇരിക്കരുത്. അതായത് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും അവകാശമാണ് അല്ലെങ്കിൽ റൈറ്റ് ആണ്. ഇപ്പൊ സ്പീച്ച് അല്ലെങ്കിൽ പരിമിതമായ സ്പീച്ചേ ഉള്ളൂ, അല്ലെങ്കിൽ വളരെ കുറച്ച് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള മാർഗത്തിൽ കൂടെ എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടെ. സോ കമ്മ്യൂണിക്കേഷൻ ഫോർ എവ്രി വൺ ത്രൂ AAC എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സംഗീത. ഇനി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. ആ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നതായിരിക്കും. നമസ്കാരം, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. എന്റെ പേര് രഞ്ജി എന്നാണ്. അപ്പൊ എന്റെ മകനിപ്പം 5 വയസ്സ് കഴിഞ്ഞു. അപ്പം മകന് സംസാരത്തിന് ആദ്യമൊക്കെ ജനിച്ച സമയം തുടങ്ങി ഒരു വയസ്സ് കഴിഞ്ഞിടം മൂലം മോൻ നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. പക്ഷെ ഒരു 2 വയസ്സിന് ശേഷം 2.5 വയസ്സിന് ശേഷം അവന്റെ സംസാരത്തില് വളരെയധികം കുറവ് വന്നു. ഞങ്ങളത് ഡിറ്റക്ട് ചെയ്യുന്നത് വളരെ താമസിച്ചാണ്. മോനൊരു 3.5 വയസ്സായപ്പോഴാണ് അതൊരു ഓട്ടിസത്തിന്റെ ഇതാണെന്ന് മനസ്സിലാക്കിയത്. അപ്പൊ അതിനുശേഷം തെറാപ്പീസ് കൊടുക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്ക്ഡൌൺ വരെ, കഴിഞ്ഞ വർഷം വരെ 1 വർഷത്തോളം അവന് സ്പീച്ച് തെറാപ്പി കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഒക്കുപേഷണൽ തെറാപ്പി ഒക്കെ കൊടുക്കുന്നുണ്ട്. മോന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ വാക്കുകൾ സംസാരിക്കുന്നുണ്ട്. വാക്കുകൾ എന്ന് പറയുന്നത് 3 അക്ഷരമുള്ളത് ലോപിപ്പിച്ച് 2 അക്ഷരമാക്കി പറയും. ആ രീതിയിൽ വാക്കുകളുണ്ട്, ഒരുപാട് വാക്കുകൾ പറയുന്നുണ്ട്, പിക്ചേഴ്സ് കാണുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ. പക്ഷെ കൂട്ടിച്ചേർത്ത് പറയാൻ കഴിയുന്നില്ല അവന്. അപ്പൊ അങ്ങനെ അപ്പൊ അവന്റെ ആ രീതിയിൽ സംസാരിക്കാൻ കഴിവ് നമുക്ക് രൂപപ്പെടുത്തി എടുക്കാൻ എന്താണ് അവന് ചെയ്യാൻ പറ്റുന്നത്? വാക്കുകളിൽ കൂടെയാണോ വാക്കുകൾ മാത്രമാണോ പറയുന്നത്? വാക്കുകൾ പറയുന്നുണ്ട്, പക്ഷെ അത് കൂട്ടിച്ചേർത്ത് ഇപ്പം ചെറിയതാണെങ്കിൽ പോലും അമ്മ പോയി അല്ലെങ്കിൽ അച്ഛൻ വന്നു വാ അങ്ങനെ പോലും അവൻ പറയുന്നില്ല ഒരു കാര്യങ്ങളും. പക്ഷെ നമ്മളിപ്പം പിക്ചർ ബുക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആനിമൽസിന്റെ, ബേർഡ്സിന്റെ, അല്ലെങ്കിൽ ഫ്ലവർ ആണെങ്കിൽ പൂവെന്ന് പറയും. അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഫോട്ടോസ് കാണിച്ചു കൊടുത്താൽ അച്ഛനാണ് അമ്മയാണ് എന്ന് അത് പറയും. അച്ഛ, അമ്മ, ചേച്ചി എന്നൊക്കെ പറയും. അതല്ലാതെ 2 വാക്കുകളും കൂട്ടിച്ചേർത്ത് ഒന്നും തന്നെ പറയുന്നില്ല. അപ്പൊ 2 വാക്കുകൾ ചേർത്ത് ഒന്ന് നമുക്ക് മോഡൽ ചെയ്യാം. നമ്മൾ അങ്ങോട്ട് പറയുമ്പം ഇത് മോഡൽ ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനുള്ള ആക്ടിവിറ്റീസ് സ്പീച്ച് തെറപ്പിയിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഈ സെന്റൻസ് ലെവലിൽ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം വേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെ കമ്പൈൻ ചെയ്ത് ഫ്രേസ് ടു സെന്റൻസിലോട്ട് പോകുന്ന ആക്ടിവിറ്റീസ് പിന്നെ ഒന്ന് നമുക്ക് മോഡൽ ചെയ്ത് കൊടുക്കാം. അത് ഏത് രീതിയിലാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? വീട്ടിൽ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നമുക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇല്ല. അവന് ഇപ്പൊ ഒരു 1.5 വർഷത്തോളമായിട്ട് സ്പീച്ച് തെറാപ്പി നിർത്തി വെച്ചേക്കുവാണ്. ഇപ്പം എല്ലാവർക്കും ഓൺലൈൻ സെഷൻസ് അവൈലബിൾ ആണ്. ഓൺലൈൻ സ്പീച്ച് തെറാപ്പി സെഷൻസ് നടക്കുന്നുണ്ട്. പക്ഷെ അവന് സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ ഇപ്പൊ ഈവൻ നമ്മളൊരു വീഡിയോ കോൾ ചെയ്താൽ പോലും അതിന്റെ മുന്നിൽ ഇരിക്കാത്ത ഒരാളാണ്. അവന് തീരെ ഇരിക്കുന്നില്ല. എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് അത്.
പക്ഷേ കുറച്ച് സെഷൻസ് കഴിയുമ്പോൾ ഇത് മാറി വരുന്നുണ്ട്. ഓൺലൈൻ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഓൺലൈൻ തെറപ്പി സെഷൻസ് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഒന്ന് രണ്ട് തവണ ട്രയൽ എന്നുള്ള രീതിയിൽ മാത്രം. അപ്പം പക്ഷെ അവനത് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നില്ല. നമുക്ക് സ്ക്രീനിന്റെ മുമ്പിൽ ഇരുന്നാലല്ലേ അവരെ കിട്ടത്തുള്ളൂ. അത് കുറച്ച് സെഷൻസ് കഴിയുമ്പോൾ ചില കുട്ടികൾ ശരിയാകുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ആ തെറപ്പിസ്റ്റിനോട് ചോദിച്ചിട്ട് അപ്പൊ ഒരു ആക്ടിവിറ്റീസും ഗോൾസും ചോദിച്ച് നമുക്കത് വീട്ടില് നാച്ചുറൽ സിറ്റുവേഷനിൽ ചെയ്യാവുന്നതാണ്. ഇപ്പം സ്ക്രീനിന്റെ മുന്നിൽ ഇപ്പൊ കുട്ടി ഒട്ടും ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ എടുക്കാം. കുറച്ച് ഓഫ്ലൈൻ സെഷൻസും ഓൺലൈൻ സെഷൻസും കമ്പൈൻ ചെയ്തും എടുക്കാവുന്നതാണ്. ഇപ്പൊ നോർമലി നമുക്ക് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാവുന്ന ഏതെല്ലാം രീതിയാണ് നമുക്ക് നോക്കാൻ പറ്റുന്നത്, കുഞ്ഞിനെ ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്? ഡെയിലി റൂട്ടീൻ ആക്ടിവിറ്റീസ് എടുക്കാം. ഇപ്പൊ മേ ബി കളിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത്, ഡെയിലി റൂട്ടീനിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ അവനിപ്പോ ഒരു വേർഡാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് എക്സ്പാൻഡ് ചെയ്ത് പറയാം, മോഡൽ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഇപ്പൊ നമുക്ക് ഇപ്പൊ അവന് വെള്ളം വേണം എന്ന് പറയണമെങ്കിൽ അത് ഞങ്ങൾ നിർബന്ധിച്ച് അവനെ കൊണ്ട് പറയും. ഇപ്പൊ വെള്ളം എന്ന് പറയുമ്പോൾ അവൻ വെള്ളം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പൊ വെള്ളം വേണമെന്ന് നമ്മൾ പറയും, വെള്ളം വേണോന്ന് പറയും, മോനെന്ന് പറയും, അവനെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കും. അപ്പൊ അവൻ ഒന്നി വെള്ളം എന്ന് പറയും, അത് കഴിഞ്ഞ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പം വേണോന്ന് പറയും. എന്നാൽ വെള്ളം വേണം എന്ന് ഒന്നിച്ച് പറയത്തില്ല. നമുക്ക് മോഡൽ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരുപാട് ഇത് ചെയ്യണമെന്നില്ല. അല്ല, ഈ മോഡൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉദ്ദേശിക്കുന്നത്? എന്ത് ചെയ്യണം? പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഒരു ബോൾ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ മോൻ ബോൾ, അപ്പൊ മോൻ ഇത് റെഡ് ബോൾ ആണോ, റെഡ് ബോൾ വേണം, നമ്മൾ അവൻ എന്താണോ പറയേണ്ടത് ആ റെസ്പോൺസ് നമുക്ക് കൊടുക്കാം. ചിലപ്പോ ഉടനെ തന്നെ ഒരു റെസ്പോൺസ് കിട്ടണം എന്നില്ല. കുറെ റിപ്പീറ്റഡ് ആയിട്ട്, അതായത് ഡെയിലി റൂട്ടീനിൽ ആക്ടിവിറ്റീസ് അപ്പൊ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അത് പതുക്കെ റെസ്പോൺസസ് വരാം. പിന്നെ ഇപ്പൊ ഈ സ്ക്രീനിന്റെ മുമ്പ് ഒട്ടും ഇരിക്കുന്നില്ല, ഓൺലൈൻ കോപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളത് ചെയ്യാം. ഇപ്പൊ ഓരോ വീക്കും മേ ബി ആ തെറപ്പിസ്റ്റിനെ മീറ്റ് ചെയ്ത് ഗോൾസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓരോ വീക്കിലേക്കുള്ളത് നമ്മൾ അത് എടുത്തിട്ട് വീട്ടിലെ സിറ്റുവേഷൻസിൽ ചെയ്യാം. അപ്പൊ ഈ സ്ക്രീനിൽ ഇരിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം, തെറപ്പിസ്റ്റിന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ മാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് AC ഡിവൈസുകൾ ഇതിനെ ഏത് തരത്തിലായിരിക്കും, ഏത് തരത്തിലുള്ള ഡിവൈസ് ആയിരിക്കും ഇത്തരം കുട്ടികൾക്ക് പ്രിഫർ ചെയ്യുന്നത്? ഏത് തരത്തിലുള്ള ഡിവൈസ്, ഞാനിപ്പം കുറെ ഡിവൈസസ് ലിസ്റ്റ് ചെയ്തു. അത് നമുക്കൊരു അസസ്മെന്റിൽ കൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും ഏത് തരത്തിലുള്ള ഡിവൈസ് വേണമെന്ന്. ഓരോ കുട്ടിയുടെ നീഡ്സ് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പം ചില കുട്ടികൾക്ക് പിക്ചർ കാർഡ്സ് മതിയായിരിക്കും, പിക്ചേഴ്സ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മേ ബി ചിലർക്ക് കമ്മ്യൂണിക്കേഷൻ ആപ്സ് ആയിരിക്കും കുറച്ചും കൂടി സൂട്ടബിൾ. അപ്പൊ ഏത് ഡിവൈസ് ആണെന്നുള്ളത് നമ്മൾ അസസ്മെന്റിൽ കൂടെയാണ് കണ്ടെത്തുന്നത്. അപ്പൊ ഈ പറയുന്ന ഡിവൈസിനകത്ത് നമ്മൾ നേരത്തെ ഫീഡ് ചെയ്യുക, അല്ലെങ്കിൽ കുട്ടിയുടെ അപ്പൊ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇവര് ഈ ഒരു പോയിന്റിങ്ങിലോട്ട് മാറുന്നില്ലേ? അതായത് ഇപ്പൊ നമ്മളിപ്പം ഒരു ഫുഡിന്റെ പടം കൊടുത്ത മോനെ ഫുഡ് ആവശ്യമുള്ളപ്പോ അവൻ വന്ന് അത് പോയിന്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ആ വെർബലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറയുകയല്ലേ ചെയ്യുന്നത് അന്നേരം? അത് ഞാൻ പല സ്ലൈഡ്സിലും ഞാൻ പറഞ്ഞായിരുന്നു, വെർബൽ ഇത് കുറയ്ക്കേണ്ട. ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് സ്പീച്ച് ഡെവലപ്പ് ചെയ്യാതിരിക്കില്ല. അങ്ങനെയെല്ലാം അങ്ങനെ സ്റ്റഡീസ് ഒന്നും പറയുന്നില്ല. കാരണം സ്പീച്ച് ഡെവലപ്മെന്റ് കുറച്ചും കൂടെ ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഈസി ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ രണ്ട് പിക്ചേഴ്സ് കാണിച്ചാൽ വെള്ളം ആവശ്യമുള്ളപ്പോൾ വെള്ളം മാത്രം വന്ന് തൊട്ട് കാണിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം ആവശ്യമുള്ളപ്പോൾ ഭക്ഷണം വന്ന് തൊട്ട് കാണിക്കുന്നു എന്നാൽ അത് പറയുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം വരുമ്പോ അവരുടെ ഉള്ള കമ്മ്യൂണിക്കേഷനിൽ നിന്ന് വ്യത്യാസം വരുമല്ലോ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, സ്പീച്ചിൽ കൂടി ഇല്ലെങ്കിൽ പോലും ആ ഒരു ചിത്രങ്ങൾ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് മോഡൽ ചെയ്യുമ്പോൾ സ്പീച്ചും കൂടി കൊടുക്കണം. നമ്മൾ വെറുതെ പോയിന്റ് ചെയ്യാൻ മാത്രമല്ല, സ്പീച്ചും കൂടി കൊടുത്തിട്ടാണ്. ഇപ്പം പോയിന്റ് ചെയ്യുന്നു എന്ന് വിചാരിച്ച് സ്പീച്ച് ഡെവലപ്പ് ചെയ്യാനുള്ളതാണെങ്കിൽ അത് വരാതിരിക്കില്ല. ചില കുട്ടികളിൽ ഇങ്ങനെ ഇപ്പം നോൺ വെർബൽ ആയിട്ടുള്ള കുട്ടികളുണ്ട്. ചില കുട്ടികൾ നോൺ വെർബൽ ആയിട്ടുള്ള കുട്ടികളിൽ നമ്മൾ ഇങ്ങനത്തെ അപ്രോച്ചസും കൂടെ ഇംപ്ലിമെന്റ് ചെയ്ത് തെറപ്പി എടുക്കുമ്പോൾ കുറച്ച് വാക്കുകൾ വരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതായത് സ്പീച്ചിനെ ഹാമ്പർ ചെയ്യുന്നില്ല, സ്പീച്ച് ഡെവലപ്മെന്റിനെ അത് അഫക്ട് ചെയ്യുന്നില്ല, സ്പീച്ച് ഡെവലപ്മെന്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോൾ ഉള്ള എല്ലാ സ്റ്റഡീസും അങ്ങനെ തന്നെയാണ് പറയുന്നത്. സ്പീച്ച് ഡെവലപ്മെന്റ് കുറച്ചും കൂടി ഈസി ആകുന്നു. ഇങ്ങനെ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ ഒരു മാർഗം കൊടുക്കുകയാണ്, അത് ഒരിക്കലും സ്പീച്ചിനെ അഫക്ട് ചെയ്യില്ല.
അതുകൊണ്ട് ഈ AAC അപ്രോച്ചസ് ഉപയോഗിക്കുന്നതിന് സ്പീക്കറിനൊപ്പം ഉപയോഗിക്കും. ചില കുട്ടികൾ ഇപ്പൊ നോൺ വെർബൽ ആയിട്ടുള്ള കുട്ടികൾ ഈ അപ്രോച്ചസും കൂടെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ച് വാക്കുകളായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ആദ്യം ചിലപ്പോൾ ഒന്നും പറയാത്ത അല്ലെങ്കിൽ കംപ്ലീറ്റ് നോൺ വെർബൽ ആയിട്ടുള്ള കുട്ടികൾ കുറെ ഇതും കൂടെ ഇംപ്ലിമെന്റ് ചെയ്ത് തെറപ്പി എടുക്കുമ്പം കുറച്ച് വാക്കുകൾ പറയാൻ തുടങ്ങുന്ന സാഹചര്യങ്ങളുണ്ട്. ഓക്കെ മാം. അതുപോലെ തന്നെ ഇവർക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ഇന്റന്റ് എങ്ങനെയാണ് വളർത്തിയെടുക്കാൻ പറ്റുന്നത് ഇവരില്? കമ്മ്യൂണിക്കേഷൻ ഇന്റന്റ് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു ഇഷ്ടപ്പെട്ട ടോയ് ആകാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥമോ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഇന്റന്റ് വർക്ക് ചെയ്യുന്നത്. അതായത് ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു ഐറ്റം കിട്ടുന്നതിന് വേണ്ടി അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കണം. അതായത് ഇപ്പം ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്, ബിസ്ക്കറ്റ് കണ്ടാൽ ചിലപ്പം അത് കിട്ടാൻ വേണ്ടി ബഹളം കാണിക്കുകയായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉടനെ ഓടിപ്പോയി ചാടിപ്പോയി അങ്ങ് എടുക്കും. അപ്പൊ അതിനു വേണ്ടി അത് കിട്ടാൻ വേണ്ടി എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത്, ഒന്നുകിൽ അതിന്റെ ബിസ്ക്കറ്റിന്റെ നമുക്ക് പിക്ചർ വെക്കാം, പിക്ചറിലോട്ട് പോയിന്റ് ചെയ്യുമ്പോൾ മാത്രം കിട്ടും, അല്ലെങ്കിൽ ബിസ്ക്കറ്റിലോട്ട് പോയിന്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ഇന്റന്റ് വർക്ക് ചെയ്യുന്നത്. ആ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഫുഡ് ഐറ്റം ആകാം, ടോയ് ആകാം, ഇല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ആകാം. ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഊഞ്ഞാലാടുന്ന ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ആ ഊഞ്ഞാലാടണം എന്നുള്ളത് അറിയിക്കാൻ പറ്റുന്നില്ല, അത് സ്പീച്ചിൽ കൂടെ അവർക്ക് അറിയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടി, കാരണം അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് കിട്ടുന്നതിന് വേണ്ടി ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്താൽ എനിക്കത് കിട്ടും എന്നുള്ള രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ ഇന്റന്റ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ഇന്റന്റ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാ കുട്ടികൾക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണും, എന്തെങ്കിലും ഒരു ഫുഡോ ടോയോ ആക്ടിവിറ്റിയോ എന്തെങ്കിലും കാണും. അത് യൂഷ്വലി നമ്മൾ ഒരു അസസ്മെന്റ് ചെയ്യുമ്പം ഇങ്ങനെ മോട്ടിവേറ്റിംഗ് ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കും. എന്നിട്ട് ഇപ്പോൾ ഒരു ഒട്ടും ഇന്റന്റ് ഇല്ലാത്ത ഒരു കുട്ടിയാണെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇന്റന്റ് വർക്ക് ചെയ്തിട്ടാണ് മറ്റ് സ്റ്റെപ്സിലോട്ടൊക്കെ പോകുന്നത്. ഓക്കെ മാം, താങ്ക് യു മാം. മാം ഒരു കാര്യം, നിഷിൻ ഇപ്പൊ ഓൺലൈൻ ട്രെയിനിങ് ഇത് ആയിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നുണ്ടോ കുട്ടികൾക്ക്? ഓൺലൈൻ സെഷൻസ് ഉണ്ട്, തെറാപ്പിക്ക്, സ്പീച്ച് തെറാപ്പിക്ക് സെഷൻസ് നടക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, സംഗീത, ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് യൂട്യൂബ് പാർട്ടിസിപ്പന്റിന്റെ. My fear is to communicate by face to face. How can solve this? How to avoid? Question ഇതായിരുന്നു, ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. My fear is to communicate by face to face. How can solve this? How to avoid? എനിക്ക് ക്ലിയർ ആണ്. ഒരു സെക്കൻഡ്, ഞാൻ my fear is to communicate by face to face. How can solve this? How to avoid? അത് ഉദ്ദേശിച്ചത് എന്താണെന്ന്? അതെ അതെ, മുഖാമുഖം സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ല പേടിയുണ്ട്, ഫേസ് ചെയ്ത് അങ്ങനെയാണെന്ന് തോന്നുന്നു ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ഒന്നുകൂടെ ഇട്ടിട്ടുണ്ട്, ഹൗ ടു ടോക്ക് ടു ദ പേഴ്സൺ. ഒരു സൈക്കോളജിക്കൽ ഇതിൽ നിന്ന് വരുന്ന ഒരു ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് ക്വസ്റ്റ്യൻ. രണ്ടാമത് ഒന്നുകൂടെ ഇട്ടിട്ടുണ്ട്, സെയിം ആള് തന്നെയാണ്. ഹൗ ടു ടോക്ക് ടു ദ പേഴ്സൺ ഇൻ ഫേസ് ടു ഫേസ് വിത്തൗട്ട് എനി ഫിയർ. പേടിയില്ലാതെ ഇങ്ങനെ സംസാരിക്കാം. അപ്പം എന്താ ആൾക്കാരെ കാണുന്നതിലാണോ, അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു സൈക്കോളജി പോയിന്റ് ഓഫ് വ്യൂ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു ക്വസ്റ്റ്യൻ കണ്ടിട്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ നിഡാസ്റ്റേം ഈ എന്താണ് നിങ്ങളുടെ സംശയം എന്നുള്ളത്, പക്ഷെ യൂട്യൂബിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളാണെന്ന് തോന്നുന്നു. യൂട്യൂബിൽ പാർട്ടിസിപ്പേറ്റ്, അപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എനിക്ക് നമ്പർ എടുക്കുവാണെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. I was just wondering, Sangeeta, anything you want to tell about the do's and don'ts? നമ്മുടെ caregivers എന്ത് ചെയ്യണം
what they should not be doing and what they should be doing. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? You want to focus on കെയർ ഗീവേഴ്സ് ഒന്നും ഞാൻ മാം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് തന്നെ, കമ്മ്യൂണിക്കേഷനുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാതിരിക്കുക, സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, ഡിവൈസസ് എപ്പോഴും അവൈലബിൾ ആയിരിക്കുക, പിന്നെ ഒരു റിക്വസ്റ്റിങ്ങിന് മാത്രം AAC ഉപയോഗിക്കാതിരിക്കുക, എല്ലാ കമ്മ്യൂണിക്കേറ്റീവ് ഫങ്ഷൻസിനും AAC ഉപയോഗിക്കുക. സംഗീത, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? സംഗീത, ചോദിച്ചോളൂ. ഇത് സംഗീത പറഞ്ഞല്ലോ, കുറച്ച് കുട്ടികളിൽ ഇപ്പൊ ഗ്രാമാറ്റിക്കൽ ആസ്പെക്ട്സും ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് AAC ടൂൾ ഉപയോഗിക്കാന്ന് പറഞ്ഞല്ലോ. നമുക്കത് എത്ര പ്രായം വരെയുള്ള കുട്ടികൾക്ക് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും? ഇതിനങ്ങനെ പ്രായമൊന്നുമില്ല. AAC ഉപയോഗിക്കുന്നതിന് പ്രായമോ അല്ലെങ്കിൽ ഇന്ന ഡിസോർഡറിന് അങ്ങനെ ഒന്നുമില്ല. ഇപ്പം കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പൊ ഒരു ജസ്റ്റ് വാക്കുകൾ മാത്രമാണ് പറയുന്നത്, സെന്റൻസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മേ ബി ആ കുറച്ച് വാക്കുകളും ആ ഒരു AAC ഇപ്പൊ ഒരു പിക്ചർ ചാർട്ടാണ് ഉപയോഗിക്കുന്നത്, എനിക്ക് വെള്ളം വേണം, അപ്പൊ മേ ബി വെള്ളം എന്നുള്ള വാക്ക് മാത്രമാണ് ആ കുട്ടി പറയുന്നുണ്ടെങ്കിൽ എനിക്ക് എന്നുള്ളത് ആ പിക്ചറിലോട്ട് പോയിന്റ് ചെയ്യാം, വെള്ളം മേ ബി പറയുന്നുണ്ടായിരിക്കാം, വേണം, ആ ഒരു രീതിയിൽ ചെയ്യാം. ഇങ്ങനെ ഒരു പ്രായം ഒന്നുമില്ല, ഇത്ര പ്രായം വരെ ഇത് ഉപയോഗിക്കാവുള്ളൂ എന്നൊന്നുമില്ല. കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടി ഉള്ള ഏതൊരാളിനും ഉപയോഗിക്കാം. ഇന്നത്തെ നിഡാസിന്റെ സെഷൻസ് നമ്മൾ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്, യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ നിഷുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വിഷയം അവതരിപ്പിച്ച സംഗീതയുടെ നമ്പറും ഉണ്ട്, നിഡാസ് ടീമിന്റെ നമ്പറും ഉണ്ട്. നിങ്ങൾക്ക് ആ നിഡാസ് ടീമിന്റെ നമ്പറിലോ സംഗീതയുമായിട്ട് നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഇനി ഉണ്ടാവുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അതിനനുസരിച്ചുള്ള മറുപടി നൽകുന്നതായിരിക്കും. പിന്നെ കൂടുതൽ എന്തെങ്കിലും നിഡാസിനെ കുറിച്ച് അറിയുന്നതിന് നിഷിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുകയും നിഡാസ് ടീമിന്റെ കോൺടാക്ട് നമ്പറുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ സെഷൻ കൂടുതൽ ചോദ്യങ്ങൾ ഇല്ല എന്ന് വിചാരിക്കുന്നു. നിഡാസ് ഇവിടെ ഇന്നത്തെ 57ാമത്തെ നിഡാസ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ വിഷയം വളരെ ലളിതകരമായ രീതിയിൽ, അതായത് ആശയവിനിമയം എന്നുള്ളത് ഏതൊരു വ്യക്തിക്കും വളരെ നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അതിനെ മറികടക്കുന്നതിന് നമ്മുടെ ചുറ്റുപാടുമുള്ള വസ്തുക്കളുടെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ ടെക്നോളജി, ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും അവരുടെ ആവശ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നത് പല ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയോ ചിത്രങ്ങളുടെ സഹായത്തോടു കൂടിയോ എങ്ങനെ സാധ്യമാക്കാമെന്ന് വളരെ ലളിതമായി ഈ വിഷയം അവതരിപ്പിച്ച മിസ് സംഗീതയ്ക്ക് വളരെയധികം നന്ദി. അതോടൊപ്പം തന്നെ ഈ പരിപാടി മുഴുവൻ സമയം ഇന്റർപ്രറ്റ് ചെയ്ത മിസ്റ്റർ പ്രശാന്ത്, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരും, അതിനേക്കാളും ഉപരി ഇതിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികൾക്കും, എല്ലാ പാരന്റ്സിനും ടീച്ചേഴ്സിനും എല്ലാവർക്കും വളരെയധികം നന്ദി. അടുത്ത നിഡാസ് അടുത്ത മാസം 3ാമത്തെ ശനിയാഴ്ചയായിരിക്കും. വിഷയം പിന്നീട് അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു.